ടൈപ്പ് ടൂളിനെ കുറിച്ച് അറിയാത്തവരായി ആരുമില്ല. ഒരുപക്ഷെ ഇത് ഫോട്ടോഷോപ്പിൽ വളരെ ശക്തമായതും ഉപയോഗപ്രദവുമായ ഒരു ടൂളാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഈ ടൂൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതിന്റെ വ്യാപ്തി നിങ്ങൾക്കറിയാമോ? നമുക്ക് നോക്കാം. ഇവിടെ ഒരു പുതിയ ഫയൽ ഉണ്ടാക്കുക. ഫയൽ, ന്യൂ, അല്ലെങ്കിൽ കീബോർഡിൽ Ctrl+N. നമുക്കതിന്റെ ഓപ്ഷൻസ് ചോദിക്കും. സെറ്റിംഗ്സിൽ തന്നെ നിന്നുകൊണ്ട് നമുക്ക് ഓക്കെ കൊടുക്കാം. ഇവിടെ ഒരു പുതിയ പേജ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ടൂൾ ബോക്സിന്റെ ഏകദേശം താഴെയായി ടി എന്ന അക്ഷരത്തിൽ കൊടുത്തിരിക്കുന്നതാണ് ടൈപ്പ് ടൂൾ. ഇത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ടൂൾ ആക്റ്റീവ് ആവുന്നതാണ്. അതിന്റെ പ്രോപ്പർട്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ സൈസ് ഇപ്പോൾ 247 പോയിന്റ് ആണ് കിടക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോകുന്ന ഫോണ്ട് സൈസ് ഇത്രയും ഉണ്ടാവും. ഞാനിത് കുറയ്ക്കുകയാണ്. ഇവിടെ നമുക്ക് ഈ ടി എന്ന് എഴുതിയിരിക്കുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റുകയാണെങ്കിൽ ഇത് കുറഞ്ഞു വരുന്നതാണ്. അതല്ലെങ്കിൽ ഇവിടെ ഈ പോർഷനിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നതാണ്. ഞാനിവിടെ ഒരു 50 ഓക്കെ, എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇനി നമുക്ക് ഈ പേജിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്. അതിനായി പേജിന്റെ എവിടെയെങ്കിലും വെച്ച് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് ടൈപ്പ് ലെയറിന് പുതിയ ലെയർ ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായി പുതിയ ലെയർ ഫോം ചെയ്യുന്നതാണ്. അതുപോലെ ഇവിടെ ഈ കളർ, നമ്മൾ ഇപ്പോൾ ടൈപ്പ് ചെയ്യാൻ പോകുന്ന കളർ ഈ ഒരു റെഡിഷ് കളറിലായിരിക്കും വരുന്നത്. ഇതിന് നമുക്ക് അല്പം മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കളർ ചേഞ്ചസ് വരുത്താൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള കളറുകൾ എടുത്തു കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതിനുമുമ്പ് ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ടൈപ്പിംഗ് മോഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് ടൈപ്പ് ചെയ്ത മാറ്റർ സെലക്ട് ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് കളർ ചേഞ്ചസോ അതല്ലെങ്കിൽ അതിന്റെ ഫോണ്ടിന്റെ സ്റ്റൈല്, അതുപോലെ ഫോണ്ടിന്റെ ടൈപ്പ്, ഫോണ്ട് സൈസ്, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം നമുക്ക് മാറ്റി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഞാനിപ്പോൾ വെറുതെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സ്ലൈഡറിൽ നിന്നും ഒരു പച്ച കളർ ഞാൻ എടുത്തു. ഓക്കെ കൊടുത്താൽ ഇവിടേക്ക് ഇത് മാറുന്നതല്ല. സെലക്ട് ചെയ്യണമെങ്കിൽ ടൈപ്പ് ചെയ്ത മാറ്ററിന്റെ എൻഡിൽ വെച്ച് ക്ലിക്ക് ചെയ്ത് വിടാതെ ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ സെലക്ഷനിലേക്ക് വരുന്നതാണ്. ഇനി നമുക്ക് ഇതിന്റെ കളർ ചേഞ്ചസ് വരുത്താം. ക്ലിക്ക് ഓക്കെ. അതുപോലെ ഫോണ്ടിന്റെ സൈസ് കൂട്ടണമെങ്കിൽ സെലക്ട് ചെയ്ത് നമുക്ക് ഇവിടെ അടിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അതുപോലെ ഇവിടെ ഫോണ്ടിന്റെ ടൈപ്പ് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള ഫോണ്ട് ടൈപ്പുകൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഈ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ കയ്യിലുള്ള ഫോണ്ടിന്റെ ലിസ്റ്റ് ഇവിടെ വരുന്നതാണ്. ഇത് നമുക്ക് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഇവിടെ ഈ എഴുതിയിരിക്കുന്ന പോർഷനിൽ മൗസ് ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം കീബോർഡിൽ കഴ്സർ കീ ഉപയോഗിക്കാവുന്നതാണ്. ഡൗൺ ആരോ കീ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ആൽഫബറ്റിക് ഓർഡറിൽ താഴേക്ക് സെലക്ട് ചെയ്ത് വരുന്നതാണ്. അതുപോലെ അപ്പ് കീ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിത് മുകളിലേക്ക് സെലക്ഷൻ എടുത്തു വരുന്നതാണ്. അതുപോലെ ഇവിടെ അതിന്റെ സ്റ്റൈലുണ്ട്. ഇവിടെ നമുക്ക് ഈ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ ഇത് കണ്ടൻസ്ഡ്, ബോൾഡ്, ഇറ്റാലിക്, ഇങ്ങനെ വിവിധ സ്റ്റൈലിലേക്ക് മാറ്റാവുന്നതാണ്. ബോൾഡ്, ബ്ലാക്ക് ഇറ്റാലിക്, ഇങ്ങനെ വിവിധ രീതിയിലേക്ക് നമുക്ക് ടെക്സ്റ്റ് സ്റ്റൈൽ മാറ്റാവുന്നതാണ്. ഇനി ഈ സെലക്ഷൻ കളയണമെങ്കിൽ നമ്മൾ ഈ സെലക്ടഡ് ഏരിയയിൽ എവിടെയെങ്കിലും വെച്ച് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത് ടൈപ്പിംഗ് മോഡിൽ തന്നെയാണ്. ടൈപ്പിംഗ് മോഡിൽ നിന്ന് പുറത്തേക്ക് കിടക്കണമെങ്കിൽ കീബോർഡിൽ റൈറ്റ് സൈഡിലുള്ള എൻ്റർ കീ പ്രസ് ചെയ്താൽ ആ മോഡിൽ നിന്നും പുറത്തേക്ക് കിടക്കുന്നതാണ്. പക്ഷേ ടൂള് ഇപ്പോഴും ടൈപ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ടൈപ്പ് സെലക്ട് ചെയ്യാതെ തന്നെ നമുക്ക് ഇവിടെ കളർ ചേഞ്ചസ് വരുത്താവുന്നതാണ്. ഇതുപോലുള്ള പ്രോപ്പർട്ടി എല്ലാ മാറ്റങ്ങളും നമുക്ക് വരുത്താൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫോണ്ട് സൈസ് മാറ്റാം. ഇവിടെ ടൈപ്പ് ചെയ്ത് നമുക്ക് ഫോണ്ട് സൈസ് മാറ്റാവുന്നതാണ്. അതല്ലെങ്കിൽ അതിന്റെ സ്റ്റൈല് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഫോണ്ടിന്റെ ടൈപ്പ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് സെലക്ട് ചെയ്തില്ലെങ്കിലും ഇവിടെ ഈ ടൈപ്പ് ചെയ്ത മാറ്ററിന് മാറ്റം സംഭവിക്കുന്നതാണ്. അതുപോലെ ഇത് ലെഫ്റ്റ് അലൈൻ, ഇത് റൈറ്റ് അലൈൻ, ഞാനിവിടെ സെൻറ്റർ ആക്കുന്നു. അതുപോലെ തന്നെ എനിക്കിപ്പോൾ ഇതിന്റെ കൂടെ വീണ്ടും എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അതിന് നമുക്ക് സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ഈ ഇനോട് ചേർന്ന് വരുമ്പോൾ, ഐ പോലെ വരുമ്പോൾ മാത്രമേ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യാവൂ. ഇവിടെ നിന്ന് അല്പം മാറി കഴിഞ്ഞാൽ ആ ടൂളിനോടൊപ്പം ഒരു ഡോട്ടഡ് ബോക്സ് വരുന്നത് കാണാം. ഇങ്ങനെ വന്നാൽ നമുക്ക് ഈ ലെയറിലായിരിക്കില്ല ടൈപ്പ് ആഡ് ചെയ്ത് വരുന്നത്, അതൊരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യുന്നത് കാണാം. ഇവിടെ ലെയർ 1 എന്ന് പറയുന്ന ഒരു ടൈപ്പ് ലെയർ ക്രിയേറ്റ് ചെയ്തതായി കാണാം. നമുക്ക് ഇത് അൺഡു ചെയ്യാനും സാധിക്കില്ല. ഈ ലെയർ ഇവിടെ നിന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇവിടെ ക്ലിക്ക് ചെയ്താൽ അത് റിമൂവ് ആയിക്കോളും. ഇനി ഇതിനോട് ചേർന്ന് ഈ ബോക്സ് അപ്രത്യക്ഷമാവുന്ന വേളയിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അടുത്ത ലൈനിലേക്ക് നമുക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റർ കീ പ്രസ് ചെയ്യുന്നു.
ഇത് മൊത്തത്തിൽ നമുക്ക് ചെറുതാക്കാൻ സാധിക്കുന്നതാണ്. അതിനായി സെലക്ട് ചെയ്യുക. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ കീബോർഡിന്റെ റൈറ്റ് സൈഡിലുള്ള എൻ്റർ കീ പ്രസ് ചെയ്താൽ നമുക്ക് ഈ ടൈപ്പിംഗ് മോഡിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ പറ്റുന്നതാണ്. അതിനുശേഷം ഇവിടെ നമുക്ക് ഇതിന്റെ വലുപ്പം കുറയ്ക്കുക. ഇപ്പോൾ ഇതിന്റെ അലൈൻമെന്റ് ഇവിടെ സെന്റർ ആയിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഈ ലൈന് സെന്റർ ആയിട്ട് കറക്റ്റ് പ്രമോദ് എന്ന് എഴുതിയിരിക്കുന്ന പോർഷൻ വന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഈ ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് ലെഫ്റ്റ് അലൈൻ ആയിട്ടായിരിക്കും വരുന്നത്. അതായത് ഈ പോർഷൻ കറക്റ്റായി അലൈൻ ചെയ്ത് കാണിക്കുന്നതാണ്. അതുപോലെ ഈ ഓപ്ഷൻ എടുക്കുന്നതെങ്കിൽ ഇത് റൈറ്റ് അലൈൻ ആയിരിക്കും വരുന്നത്. ഇവിടെ കറക്റ്റ് അലൈൻ ചെയ്ത് വന്നിരിക്കുന്നത് കാണാം. മൂവ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. അതിനായി ഞാൻ മൂവ് ടൂൾ എടുക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ മൂവ് ടൂളിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാതെ തന്നെ ഇതിന് കളർ ചേഞ്ചസ് വരുത്താവുന്നതാണ്. അതിവിടെ കിടക്കുന്ന ഫോർഗ്രൗണ്ട് കളർ ഫിൽ ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ബാക്കിൽ കിടക്കുന്ന ബാക്ക്ഗ്രൗണ്ട് കളറും നമുക്ക് ഫിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ കളർ ചേഞ്ചസ് നമുക്ക് ഇവിടെ വരുത്താം. ഇവിടെ ക്ലിക്ക് ചെയ്താൽ കളർ ചേഞ്ചസ് വരുന്നതാണ്. ഇനി കീബോർഡിൽ ആൾട്ട് ഡിലീറ്റ് കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നിൽക്കുന്ന ആ ടൈപ്പ് ലെയറിൽ കളർ ചേഞ്ച് വരുന്നതാണ്. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് കളർ ഞാനിവിടെ ചേഞ്ച് ചെയ്യുകയാണ്. ഓക്കെ, ഇനി കൺട്രോൾ ഡിലീറ്റ് ആണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ട് കളർ ഫില്ലായി വരുന്നത് കാണാം. വീണ്ടും ടൈപ്പ് ടൂൾ എടുക്കുക. ഇവിടെ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിന്റെ ഒരു ടോഗിൾ കീ ആണ് ടെക്സ്റ്റ് ഓറിയന്റേഷൻ. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന മാറ്റർ ഇതുപോലെ വെർട്ടിക്കലായിട്ട് വരുന്നതാണ്. ടൂൾ എടുക്കുന്നു. പൊസിഷൻ ചെയ്തു. വീണ്ടും ഞാൻ മൂവ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ ഇതിന്റെ അലൈൻമെന്റ് ഈ ഒരു ഡയറക്ഷനിലേക്ക് മാറിയിരിക്കുന്നത് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്താണെങ്കിൽ ഇവിടെ അലൈൻ വന്നിട്ടുണ്ട്. പേജിൽ നിന്ന് പുറത്തേക്കാണ് പോയിരിക്കുന്നത്. ഞാൻ മൂവ് എടുത്ത് നമുക്ക് ഇതിനെ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ടോപ്പിൽ അലൈൻ ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. നമുക്ക് ടൈപ്പ് ടൂൾ എടുത്ത് സെലക്ട് ചെയ്യാതെ തന്നെ ചെറുതാക്കണമെങ്കിൽ മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട്. കൺട്രോൾ ടി അടിച്ചാൽ നമുക്ക് ട്രാൻസ്ഫോം ബോക്സ് കിട്ടും. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ഇതിനെ ചെറുതാക്കാൻ സാധിക്കുന്നതാണ്. കീബോർഡിൽ എൻ്റർ കീ പ്രസ് ചെയ്യുക. വീണ്ടും ടൈപ്പ് ടൂൾ എടുത്ത് നമുക്ക് ഈ ഒരു ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഇത് സെന്ററിലേക്ക് അലൈൻ ചെയ്യുന്നതായി കാണാം. അതുപോലെ ഈ ഓപ്ഷൻ കൊടുക്കുന്നതെങ്കിൽ ഇത് ബോട്ടത്തിലായിരിക്കും ഇതിന്റെ അലൈൻമെന്റ് വന്നിരിക്കുന്നത്. ഇനി അടുത്ത ഓപ്ഷനാണ് നമുക്ക് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ക്രിയേറ്റ് റാപ്ഡ് ടെക്സ്റ്റ്. അത് എന്താണെന്ന് നോക്കാം. ഞാൻ മറ്റൊരു ടൈപ്പ് ലെയർ ഉണ്ടാക്കുക. ക്ലിക്ക് ചെയ്ത് അല്പം ചെറുതാക്കുകയാണ്. ടൈപ്പ് ടൂൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ റാപ്പ് ടെക്സ്റ്റ് എന്നൊരു ഡയലോഗ് ബോക്സ് വരുന്നതാണ്. ഇവിടെ ഇപ്പോൾ സ്റ്റൈല് നണ്ണാണ് കിടക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആർക്ക് എന്ന് പറയുന്ന ഒരു മോഡലുണ്ട്. ഇതാകുമ്പോൾ ഇതിങ്ങനെ കെർവായിട്ട് മുകളിലേക്ക് വളഞ്ഞ് കെർവ് ചെയ്ത് വരുന്നതാണ്. ഇത് ഹൊറിസോണ്ടൽ ഓപ്ഷനാണ് കിടക്കുന്നത്. നമുക്ക് വെർട്ടിക്കലാക്കിയാൽ ഇത് ഈ രീതിയിലേക്കായിരിക്കും വരുന്നത്. അതുപോലെ ഇതിന്റെ ബെൻഡ് നമുക്ക് ഇപ്പോൾ 50% ആണ് കിടക്കുന്നത്. നമുക്ക് ഇത് കൂട്ടാനും അതുപോലെ കുറയ്ക്കാനും സാധിക്കുന്നതാണ്. ഇങ്ങോട്ട് ബെൻഡ് ചെയ്ത് വരുന്നതാണ് മൈനസ് പോയിന്റിലേക്ക്. അതുപോലെ ഇത് 0 കൊടുക്കുകയാണെങ്കിൽ നോർമൽ ലെറ്റർ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. കൂടാതെ അതിന്റെ ഹൊറിസോണ്ടൽ ഡിസ്റ്റോർഷൻ ഇത് നമുക്ക് ചേഞ്ചസ് വരുത്താവുന്നതാണ്. അതുപോലെ വെർട്ടിക്കൽ ഡിസ്റ്റോർഷൻ വെർട്ടിക്കലായും ഇത് ചേഞ്ച് ആവുന്നതാണ്. ഇനി ഹൊറിസോണ്ടലും കൂടി വേണമെങ്കിൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ആഡ് ചെയ്ത് വരുന്നതാണ്. ബെൻഡിങ് കൂട്ടുക കുറയ്ക്കാം. അതുപോലെ വെർട്ടിക്കൽ ഡിസ്റ്റോർഷൻ ഇങ്ങനെയുള്ള മാറ്റങ്ങളെല്ലാം ഇത് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഇവിടെ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. ക്ലിക്ക് ചെയ്യുക, ആർക്ക് ലോവർ. ഇത് മറ്റൊരു രീതിയിൽ അതിന്റെ ഡിസ്പ്ലേ കാണിക്കുന്നതാണ്. ഇങ്ങനെ പല രീതിയിലുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. വേവ് ടൈപ്പ് അതിൻ്റെയും ഓപ്ഷൻസ് ഇവിടെ അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. സ്ക്യൂസ് അത് വെർട്ടിക്കലായും ഹൊറിസോണ്ടലായും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നൺ കൊടുത്താൽ നമ്മുടെ ടെക്സ്റ്റ് പഴയപടി ആവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തൊരു ഓപ്ഷനാണ് ടോഗിൾ കീ ക്യാരക്ടർ ആൻഡ് പാരഗ്രാഫ് പാനൽസ്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു പ്രോപ്പർട്ടി വിൻഡോ വരുന്നതാണ്. ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന ലെറ്ററിന്റെ ഫോണ്ട് ടൈപ്പ് എന്താണെന്നുള്ള ഇവിടെ സെലക്ട് ചെയ്യാം. ഈ ബട്ടണിൽ വെച്ചിട്ട്
ക്ലിക്ക് ചെയ്ത് റൈറ്റ് സൈഡിലേക്ക് മാറ്റുകയാണെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസ് പോസിറ്റീവ് വാല്യൂ ആയിട്ട് മാറുന്നതാണ്, അതായത് ഗ്യാപ്പ് കൂടി വരുന്നതാണ്. ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് വലിക്കുന്നതെങ്കിൽ ഡിസ്റ്റൻസ് കുറഞ്ഞു വരുന്നതും കാണാം. ഇവിടെ നമ്മൾ 0 കൊടുത്താൽ നോർമൽ ഡിസ്റ്റൻസിലേക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് അതിന്റെ വെർട്ടിക്കലി സ്കെയിൽ ഉണ്ട്. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന വേർഡോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറോ നമുക്ക് വെർട്ടിക്കലി അതിന്റെ ഹൈറ്റ് കൂട്ടാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ 100% ആണ് നോർമൽ കിടക്കുന്നത്, നമുക്ക് ഇവിടെ ഇങ്ങനെ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതിന്റെ ഹൈറ്റിൽ മാത്രം വേരിയേഷൻ സംഭവിക്കുന്നു, വിഡ്ത്തിൽ വേറെ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നതല്ല. അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് വാല്യൂ എൻ്റർ ചെയ്താലും മതി. ഇപ്പോൾ 10% കൊടുക്കുമ്പോൾ അതിന്റെ ഹൈറ്റ് ആണ് വേരിയേഷൻ വന്നിരിക്കുന്നത്. ഇവിടെ ഞാൻ നോർമൽ തന്നെ ആക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇതിന്റെ ഹൊറിസോണ്ടലി സ്കെയിൽ ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ഇവിടെയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ വിഡ്ത്ത് മാത്രമായിരിക്കും വർദ്ധിക്കുന്നത്, ഹൈറ്റിൽ വേറെ ചേഞ്ചസ് ഒന്നും വരുന്നതല്ല. അതുപോലെ ലെഫ്റ്റിലേക്കാണ് മാറ്റുന്നതെങ്കിൽ ഹൈറ്റ് അങ്ങനെ തന്നെ നിലനിൽക്കുകയും വിഡ്ത്ത് കുറഞ്ഞു വരുന്നതും കാണാം. ഇവിടെ നമുക്കിത് 100% തന്നെ ആക്കി വയ്ക്കാവുന്നതാണ്. ഇനി അടുത്തൊരു ഓപ്ഷൻ നമ്മളിപ്പോൾ നേരത്തെ മെട്രിക്സ് ഇവിടെ കണ്ടു. ഇനി നമുക്ക് സെലക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ക്യാരക്ടറുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അത് ക്യാരക്ടർ സ്പേസിംഗ് എന്ന് പറയും. അതിൽ ചേഞ്ച് വരുത്തണമെങ്കിൽ നമുക്കിവിടെ ഈ ക്യാരക്ടർ സ്പേസിംഗ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് റൈറ്റ് സൈഡിലേക്ക് മാറ്റിയാൽ ഓരോ ലെറ്ററുകളും സെലക്ട് ചെയ്തിരിക്കുന്ന ഓരോ ലെറ്ററുകളും അകന്നു പോകുന്നതായി കാണാം. അതുപോലെ ലെഫ്റ്റിലേക്കാണ് വലിക്കുന്നതെങ്കിൽ ഇത് കോൺട്രാക്ട് ചെയ്ത് വന്നിരിക്കുന്നതായി കാണാം. ഞാനിവിടെ 80 കൊടുക്കുന്നു. അതുപോലെ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, ലീഡിംഗ് എന്ന് പറയും. നമുക്ക് 2 ലൈൻ തമ്മിലുള്ള സ്പേസ് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണത്. ഇവിടെ നമുക്ക് എൻ്റർ ചെയ്ത് ഈ 2 ലൈൻ തമ്മിലുള്ള സ്പേസ് നമുക്ക് കൂട്ടാൻ സാധിക്കും. സെലക്ട് ചെയ്ത് ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ലൈൻ സ്പേസ് കൂടുന്നതാണ്. ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റുകയാണെങ്കിൽ ലൈൻ സ്പേസ് കുറയുന്നതായും കാണാം. നമുക്കിത് കീബോർഡിൽ ചെയ്യാൻ സാധിക്കും. കീബോർഡിൽ ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഡൗൺ ആരോ കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നതാണ്, ഇതിന്റെ സ്പേസ് കൂടി വരുന്നതായി കാണാം. അപ്പ് ആരോ ആണ് നമ്മൾ പ്രസ് ചെയ്യുന്നതെങ്കിൽ ഇത് സ്പേസ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് ക്യാരക്ടർ സ്പേസിംഗ് നമ്മൾ നേരത്തെ ഇവിടെ പഠിച്ചു, അത് നമുക്ക് കീബോർഡിൽ ചെയ്യാവുന്നതാണ്. സെലക്ട് ചെയ്തതിനു ശേഷം ആൾട്ട് റൈറ്റ് ആരോ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ സ്പേസ് കൂടി വരുന്നതായി കാണാം. അതുപോലെ ലെഫ്റ്റ് ആരോ ആണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിന്റെ ഡിസ്റ്റൻസ് കുറഞ്ഞു വരുന്നതായും കാണാൻ സാധിക്കുന്നതാണ്. ഇനി കളർ ചേഞ്ചസ്, ഇവിടെ വരുത്തുന്ന മാറ്റവും ഇവിടെ വരുത്തിയാലും എല്ലാം ഒന്ന് തന്നെയാണ്. ഇനി താഴത്തേക്ക് പോന്നാൽ ഇവിടെ ഒരു പോർഷൻ ഉണ്ട്. ഇവിടെ ഫോക്സ് ബോൾഡ്, നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ സെലക്ട് ചെയ്തിരിക്കുന്ന മാറ്റർ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ അത് കട്ടിയുള്ള ലെറ്റർ ആവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഇത് ഇറ്റാലിക് ആയിട്ട് മാറുന്നതാണ്. അതുപോലെ ഇത് ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് മാറും. ഇത് ക്യാപിറ്റൽ ലെറ്റർ തന്നെ ചെറിയ അക്ഷരത്തിലായിരിക്കും ക്യാപിറ്റൽ ലെറ്റർ വരുന്നത്. അതുപോലെ അടുത്തൊരു ഓപ്ഷനാണ് സൂപ്പർ സ്ക്രിപ്റ്റ്. സൂപ്പർ സ്ക്രിപ്റ്റ് നമുക്ക് മാത്തമാറ്റിക്കൽ ടൈം എല്ലാം ടൈപ്പ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നതാണ്. ഞാനിവിടെ പുറത്തു കിടന്നിട്ട് മറ്റൊരു ലെയറിൽ ടൈപ്പ് ചെയ്യാണ്. a പ്ലസ് ബ്രാക്കറ്റ് ബ്രാക്കറ്റ് കൊടുക്കുക, സ്ക്വയർ പ്ലസ് 2ab b സ്ക്വയർ. എനിക്ക് ഇവിടെ ഇത് a പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ എന്ന് വായിക്കണം. ഇതിപ്പോൾ നമ്മൾ a പ്ലസ് ബി ബ്രാക്കറ്റിൽ 2a2 2ab b2 എന്നെല്ലാമേ വായിക്കുകയുള്ളൂ. നമുക്കിത് ഇതിന്റെ പൊസിഷൻ കുറച്ച് റേസ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമുക്കത് സ്ക്വയർ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏത് ഒബ്ജക്റ്റ് ആണോ അത് റേസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് സൂപ്പർ സ്ക്രിപ്റ്റ് ആക്കേണ്ടത് അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്താൽ അതൊരു ചെറുതായി അല്പം മുകളിലേക്ക് കയറി നിൽക്കുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇവിടെ സെലക്ട് ചെയ്യുക. അതല്ലെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് എന്നൊക്കെ അടിക്കേണ്ടി വരുമ്പോൾ സമയത്തും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ റൈറ്റ് സൈഡിലുള്ള എൻ്റർ കീ പ്രസ് ചെയ്ത് അതിൽ നിന്ന് പുറത്തേക്ക് ഇടുന്നു. ഇനി അടുത്തൊരു ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയ ലെയർ വരും, സെക്കൻഡ്. ഇനി വരുമ്പോൾ ഈ ND ഒന്ന് മുകളിലേക്ക് കയറിയിരുന്നാൽ അത് സെക്കൻഡ് എന്ന് കറക്റ്റായിട്ട് വായിക്കും. സെലക്ട് ചെയ്യുക, നമുക്കിവിടെ സൂപ്പർ സ്ക്രിപ്റ്റ് കൊടുക്കുക, റൈറ്റ് സൈഡിലെ എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇനി നമുക്ക് സയന്റിഫിക് ടേമുകളിൽ അടിക്കുമ്പോൾ ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അതല്ലെങ്കിൽ H2O അങ്ങനെയുള്ള ടേംസ് എല്ലാം അടിക്കുമ്പോൾ ലെറ്ററുകളുടെ പൊസിഷൻ താഴത്തേക്ക് ഇറങ്ങിയിരിക്കേണ്ട ആവശ്യമാണ്.
അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് ഇവിടെ സബ്സ്ക്രിപ്റ്റ് എന്നാണ് പറയുന്നത്. ഇവിടെ ടൈപ്പ് കൊടുക്കുക, ഞാൻ CO2 CO. ഇവിടെ ഇപ്പോൾ ഇറ്റാലിക് എന്ന് പറയുന്ന ഓപ്ഷൻ ആക്റ്റീവ് ആണ്, അതുകൂടാതെ സൂപ്പർസ്ക്രിപ്റ്റും ആക്റ്റീവ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. നമുക്കിത് ഇനാക്റ്റീവ് ചെയ്യണമെങ്കിൽ ഇത് സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്താൽ അത് ഇനാക്റ്റീവ് ആവുന്നതാണ്. അതുപോലെ ഇതും ഇനാക്റ്റീവ് ആക്കുക. അതിനുശേഷം ഈ 2 മാത്രം സെലക്ട് ചെയ്ത് നമുക്ക് ഇവിടെ സബ്സ്ക്രിപ്റ്റ് കൊടുക്കുക. ഇനി എൻ്റർ കീ പ്രസ് ചെയ്യുക. ശ്രദ്ധിക്കുക, എപ്പോഴും എൻ്റർ കീ എന്ന് ഞാൻ ഇവിടെ പറഞ്ഞത് നമുക്ക് ഈ ടെക്സ്റ്റിൽ നിന്ന് പുറത്തേക്ക് കിടക്കാനുള്ള, ടെക്സ്റ്റ് മോഡിൽ നിന്ന് പുറത്തേക്ക് കിടക്കാനുള്ള ഒരു വഴിയാണ്. അത് നമ്മൾ റൈറ്റ് സൈഡിലുള്ള എൻ്റർ കീ തന്നെ പ്രസ് ചെയ്യണം. നമ്മുടെ കീബോർഡിലുള്ള മെയിൻ എൻ്റർ കീ ആണ് നമ്മൾ പ്രസ് ചെയ്യുന്നതെങ്കിൽ ഈ 2 എന്ന പോർഷൻ തുടങ്ങി അടിയിലേക്ക് മുറിഞ്ഞു പോകുന്നതായി കാണാം. ഇത് ബാക്ക് സ്പേസ് അടിച്ച് മുകളിലേക്ക് കയറ്റുക. ഇനി നമ്മൾ ടൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്തിരിക്കുന്ന മാറ്ററിലേക്ക് നമുക്ക് അണ്ടർലൈൻ എല്ലാം കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അതിനായി സെലക്ട് ചെയ്യുക, ഇത് സെലക്ട് ചെയ്തു. നമുക്കിവിടെ ഈ ബട്ടൺ ആക്റ്റീവ് ചെയ്താൽ അണ്ടർലൈൻ വരുന്നതാണ്. അത് വേണ്ടെങ്കിൽ ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്യാം. അതുപോലെ ഇത് ഇറ്റാലിക് ആയിട്ടാണ് കുറച്ച് പോർഷൻ നിൽക്കുന്നത്, അത് നമ്മൾ ഇനാക്റ്റീവ് ചെയ്തു. കൂടാതെ ഇവിടെ സ്ട്രോക്ക് കൊടുക്കാവുന്ന, ഒരു വെട്ടി കളഞ്ഞിരിക്കുന്ന പോലെയുള്ള എഫക്റ്റ് ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ സ്ട്രോക്ക് കൊടുക്കാവുന്നതാണ്. സെലക്ട് ചെയ്ത് ഇത് ഇനാക്റ്റീവ് ആക്കുക. ഇനി ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ലെറ്റർ നമുക്ക് അതിൻ്റെ ആൻറ്റി അലിയാസിങ് മെത്തേഡാണ്. ഇതിപ്പോൾ ഷാർപ്പ് ലെറ്റർ ആണ് നിൽക്കുന്നത്. നമുക്കിത് സൂം ചെയ്യാം. കൺട്രോൾ സ്പേസ് ബാർ പിടിച്ച് ക്ലിക്ക് ആൻഡ് ഡ്രാഗ്. ഇവിടെ ശ്രദ്ധിച്ചു നോക്കുക, ഞാനിവിടെ ഈ റൈറ്റ് എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ടൈപ്പിംഗ് മോഡിൽ നിന്ന് പുറത്തേക്ക് കിടക്കുന്നതാണ്. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ക്രിസ്പ് എന്ന് പറയുന്ന മോഡ് കൊടുക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, അതിൻ്റെ പിക്സലിൽ ഒരു ഓട്ടോ അറേഞ്ച്മെൻറ്റ് നടക്കുന്നുണ്ട്. കൂടാതെ അതിൻ്റെ സ്ട്രോങ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം, കൂടാതെ സ്മൂത്ത് ആകുമ്പോൾ വരുന്ന വ്യത്യാസം, ഇങ്ങനെ പല മോഡിലേക്ക് നമുക്ക് മാറ്റാം. വിൻഡോസ് LCD എന്ന് പറയുമ്പോൾ അതിനുണ്ടാകുന്ന ലെറ്ററിൻ്റെ എഡ്ജുകൾക്ക് കുറേ ഷാർപ്നെസ് കൂടുക, സ്മൂത്ത് ആവുക, ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. നന്നാണെങ്കിൽ ഒബ്ജക്റ്റ് ഇതുപോലെ ഷാർപ്പായിട്ട് ഇരിക്കുന്നതാണ്. ഇങ്ങനെ നമുക്ക് ഇതെല്ലാം ചൂസ് ചെയ്യാവുന്നതാണ്. Ctrl+0 ഫിറ്റ് ഇൻ വിൻഡോയിലേക്ക് മാറ്റുന്നു. ഇനി അടുത്ത ഓപ്ഷനാണ് നമുക്ക് പാരഗ്രാഫ്. ഇവിടെ പാരഗ്രാഫ് ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്തിരിക്കുന്നത് പോയിന്റിംഗ് ടെക്സ്റ്റ് വെച്ചാണ്. അതായത് പേജിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ടൈപ്പിംഗ് നടത്തിയത്. അതിനെയാണ് നമ്മൾ പോയിന്റിംഗ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ടൈപ്പിംഗ് നമുക്ക് 2 തരത്തിൽ ചെയ്യാവുന്നതാണ്. ഒന്ന് ക്ലിക്ക് ചെയ്ത് ടൈപ്പ് ചെയ്യുക, ഇതുപോലെ ഇപ്പോൾ നമ്മൾ ചെയ്തതുപോലെ. കൂടാതെ നമുക്ക് പാരഗ്രാഫ് മോഡൽ ടൈപ്പ് ചെയ്യണമെങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഡ്രാഗ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ എല്ലാ ഓപ്ഷൻസും ആക്റ്റീവായി കിട്ടുകയുള്ളൂ. കൂടാതെ അലൈൻമെന്റ് എല്ലാം കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതിന്റെ ഇൻഡന്റുകളെല്ലാം നമുക്ക് ചേഞ്ച് വരുത്താൻ സാധിക്കുന്നതാണ്. അതിനായി നമുക്ക് ഈ ലെയറുകളെല്ലാം റിമൂവ് ചെയ്യുക. നമുക്ക് പോയിന്റിംഗ് ടെക്സ്റ്റിന്റെയും അതുപോലെ പാരഗ്രാഫ് ടെക്സ്റ്റിന്റെയും എല്ലാം വ്യത്യാസം നന്നായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു പേജ് ലേഔട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. അത് നമുക്ക് പ്രിന്റിംഗ് ആവശ്യങ്ങൾക്കും അതുപോലെ വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ മാറ്റർ സെറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ വർക്ക് സ്പേസ് ടൈപ്പോഗ്രാഫിയായി മാറ്റാൻ സാധിക്കുന്നതാണ്. അതിനായി നമുക്കിവിടെ എസെൻഷ്യലിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ടൈപ്പോഗ്രാഫി എന്ന ഈ വർക്ക് സ്പേസ് സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് പുതിയൊരു ഫയൽ ഉണ്ടാക്കാം. ഞാനിത് ക്ലോസ് ചെയ്യുകയാണ്. നോ ഫയൽ ന്യൂ. ഇവിടെ നമുക്ക് ഇന്റർനാഷണൽ പേപ്പർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ A4 സൈസ് പേപ്പർ കിട്ടുന്നതാണ്. ഇതിന്റെ റെസൊല്യൂഷൻ നമുക്ക് 300 തന്നെ കൊടുക്കാം. വിഡ്ത്ത് 210 mm, ഹൈറ്റ് 297 mm. ഓക്കെ. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ സെറ്റ് ചെയ്യാണ്. നമുക്കിവിടെ റെക്ടാങ്കിൾ ഷേപ്പ് കൊടുത്ത് ഇവിടെ കളർ റെഡ് കളർ കൊടുക്കുന്നു. ഓക്കെ. ഇതിന്റെ പിക്സൽസ് എന്ന ഓപ്ഷനിലാണ് കിടക്കുന്നത്. നമുക്കൊരു പുതിയ ലെയർ ഉണ്ടാക്കാം. ഇനി ഇവിടെ വേറൊരു ഷേപ്പ് വരയ്ക്കുക. അപ്പോൾ ഇതെല്ലാം പിക്സൽ ഓപ്ഷനിൽ കിടക്കുന്നുണ്ട്. ഈ വരച്ചിരിക്കുന്ന 2 റെക്ടാങ്കിളും ഒരു ലെയറിൽ തന്നെ വന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്നും ആവശ്യമുണ്ടെങ്കിൽ ഷേപ്പ് ഓപ്ഷനോ അല്ലെങ്കിൽ പാത്ത് ഓപ്ഷനോ എടുത്ത് ചെയ്യാവുന്നതാണ്. അത് ഡിസൈനറുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. ഇനി ഞാനിവിടെ ഇതിൻ്റെ കളർ ചേഞ്ച് വരുത്തുകയാണ്. ഞാൻ കളർ എടുത്തു. വീണ്ടും ഞാനൊരു ലെയർ ഉണ്ടാക്കുകയാണ്. ഇതിൻ്റെ ചുവട്ടിൽ വരയ്ക്കുക. ഇത് നമുക്ക് ഈ ലെയറിന്റെ താഴേക്ക് വലിച്ചിടാം. ക്ലിക്ക് ആൻഡ് ഡ്രാഗ്. ഇത് എനിക്ക് അല്പം കുറച്ച് മുറിച്ചു കളയേണ്ട ആവശ്യമുണ്ട്. ഞാൻ ഈ ലെയറിൽ വന്നുകൊണ്ട് നമുക്ക് റെക്ടാങ്കുലർ മാർക്ക് ടൂൾ എടുത്ത് ഇത് ഡിലീറ്റ് കളയാവുന്നതാണ്. കീബോർഡിൽ ഡിലീറ്റ്, Ctrl+D. ഇവിടെ ഞാൻ മറ്റൊരു ഷേപ്പ് വരയ്ക്കുകയാണ്. നമുക്ക് റെക്ടാങ്കിൾ ടൂൾ എടുക്കാം. കളർ ചേഞ്ച് വരുത്തുക. ഓക്കെ. ഞാനത് ഒരു ഷേപ്പായിട്ടാണ് വരയ്ക്കുന്നത്. ഷേപ്പ്.
അപ്പോൾ ലെയർ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കായി പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. നമുക്ക് ഇത് ലെയർ വലിച്ച് ഇതിൻ്റെ താഴേക്ക് ഇടുക. ഇനി ഞാൻ ഇവിടേക്ക് ഒരു പിക്ചർ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. അതിനായി നമുക്കൊരു ഫയൽ ഓപ്പൺ ചെയ്യാം. ഫയൽ ഓപ്പൺ, ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഈ ഇമേജ് ഈ ഫയലിലേക്ക് മാറ്റാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്ത് വിടാതെ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ വെച്ച് മൗസ് റിലീസ് ചെയ്യുക. ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതല്പം വലുതാക്കണം. കൺട്രോൾ ടി, ഷിഫ്റ്റും ഓൾട്ടും ഹോൾഡ് ചെയ്ത് വലുതാക്കുന്നു. എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇത് ഞാൻ റെക്റ്റാങ്കിൾ 1ൻ്റെ അടിയിലേക്ക് വലിച്ചിടുകയാണ്. ഇനി ഇവിടേക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവരിക. ഫയൽ ഓപ്പൺ, BG1 ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഈ ഫയൽ നമുക്ക് ഇവിടേക്ക് ഡ്രാഗ് ചെയ്തിടാം. ക്ലിക്ക് ചെയ്ത് വിടാതെ ഇത് ആക്റ്റീവ് ആക്കുക. ഇവിടെ മൗസ് റിലീസ് ചെയ്യുക താഴത്തേക്ക്. ഇതിൻ്റെ ഒപ്പാസിറ്റി നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. ലെയറിൻ്റെ ഒപ്പാസിറ്റി ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ റിഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ കീബോർഡിലുള്ള ന്യൂമറിക്കൽ കീസ് അടിച്ചാൽ 1 അടിക്കുന്നതെങ്കിൽ ഇവിടെ 10 പോയിന്റായി മാറുന്നതാണ്. അതല്ല 2 പ്രസ് ചെയ്യുന്നതെങ്കിൽ 20ആയി മാറും. ഇങ്ങനെ 3, 30, 7 അടിച്ചാൽ 70. ഇങ്ങനെ നമുക്ക് കീബോർഡിലും ഷോർട്ട് കട്ടായി ചെയ്യാൻ സാധിക്കുന്നതാണ്. 40% ആക്കുന്നു. ഇനി നമുക്ക് ടൈപ്പിംഗ് മാറ്റർ സെറ്റ് ചെയ്യാം. ഞാനിവിടെ ലെയർ 1ൽ നിന്നതിന് ശേഷം ടൈപ്പ് കൊടുക്കുക. ഇവിടെ ആദ്യം നമുക്ക് ഒരു പോയിന്റ് ടെക്സ്റ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ടൈപ്പ് ചെയ്യുക. ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്ത് ഇൻ്റഗ്രേറ്റഡ്. ഇതിൻ്റെ കളർ വൈറ്റ് ആക്കുകയാണ്. ക്ലിക്ക് ചെയ്ത് വൈറ്റ് സെലക്ട് ചെയ്യുക. ഇത് നമുക്ക് മുകളിലേക്ക് ഉയർത്തി വയ്ക്കാവുന്നതാണ്. അതിൻ്റെ ഫോണ്ട് സ്റ്റൈല് ഞാൻ മാറ്റുകയാണ്. ഇനി മറ്റൊരു ടൈപ്പ് കൂടി വേണം. ഞാൻ ക്ലിക്ക് ചെയ്ത് രണ്ടാമത് വേറൊരു ലെയർ കിട്ടാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. വെബ് ശേഷം മൂട്ട് കൊടുക്കുക. അതിനുശേഷം കൺട്രോൾ ടി, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ഇത് വലുതാക്കുക. എൻ്റർ. അതിൻ്റെ ഫോണ്ട് സ്റ്റൈല് മാറ്റാവുന്നതാണ്. ക്ലിക്ക് ചെയ്ത് ഏരിയൽ ഇത് അല്പം ചെറുതാക്കാവുന്നതാണ്. ഇതിൻ്റെ ഈ സ്പേസ് ബിറ്റ്വീൻ ക്യാരക്ടേഴ്സ് കുറയ്ക്കാവുന്നതാണ്. ഞാനിവിടെ സെലക്ട് ചെയ്ത് ആൾട്ട് കീ ഹോൾഡ് ചെയ്ത് ലെഫ്റ്റ് ആരോ കീ പ്രസ് ചെയ്യുക. ഓക്കെ. റൈറ്റ് സൈഡിലുള്ള എൻ്റർ കീ പ്രസ് ചെയ്യുക. നമുക്ക് ഈ 2 ലെയർ കൂടി ലിങ്ക് ചെയ്ത് വയ്ക്കാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന വെബ് എന്ന് പറയുന്ന ലെയർ സെലക്റ്റഡ് ആണ്. ഇനി കൺട്രോൾ ഹോൾഡ് ചെയ്ത് ഈ ലെയറും സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഈ ലിങ്ക് ബട്ടൺ ആക്റ്റീവ് ആക്കുക. ഇപ്പോൾ നമുക്കിത് ഒരുമിച്ച് മൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത ലെയറിൽ എനിക്ക് മറ്റൊരു ടൈപ്പ് വരണം. ഞാൻ ടൈപ്പ് കൊടുക്കുന്നു. ചെയ്ത് ക്യാപ്സ് ലോക്ക് ഓഫ് ചെയ്ത് വയ്ക്കുന്നു. ആപ്ലിക്കേഷൻ ആൻഡ് എനിക്ക് ഇതിനോടൊപ്പം തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്ത് എൻ്റർ അടിക്കുക. സിസ്റ്റം. ഞാൻ ഈ മുകളിൽ ഭാഗം മാത്രം എനിക്ക് അല്പം വലുതാക്കേണ്ട ആവശ്യമാണ്. ഇവിടെ ഇതിൻ്റെ സൈസ് കൂട്ടാവുന്നതാണ്. അതുപോലെ സ്പേസ് ബിറ്റ്വീൻ ലൈൻസ് സെലക്ട് ചെയ്ത് നമുക്ക് കുറയ്ക്കാം. അതിനായി നമുക്കിവിടെ ലീഡിംഗ് ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ കീബോർഡിൽ ആൾട്ട് ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം അപ്പ് ആരോ പ്രസ് ചെയ്താലും മതി. ഡൗൺ ആരോ ആണെങ്കിൽ സ്പേസ് അകന്നു വരുന്നതുമാണ്. ഇത് കുറച്ച് ഇറക്കി വയ്ക്കുക. അടുത്തത് എനിക്ക് പാരഗ്രാഫ് ഓറിയന്റഡ് ഉള്ള ഒരു ടെക്സ്റ്റാണ് വേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ടൈപ്പിൽ എടുത്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് വിടാതെ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. അതിനുശേഷം ടൈപ്പ് ചെയ്യുക. ഇത് കളറ് വൈറ്റ് ആയാണ് കിടക്കുന്നത്. ഞാനിവിടെ സെലക്ട് ചെയ്യാം. നമുക്ക് കൺട്രോൾ എ അടിച്ചാൽ ആ ബൗണ്ടിങ് ബോക്സിനകത്തുള്ള മുഴുവൻ ടെക്സ്റ്റ് സെലക്ട് ആവുന്നതാണ്. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കളർ ചേഞ്ച് വരുത്താം. 100 ആക്കുന്നു. ഇനി എൻ്റർ കീ പ്രസ് ചെയ്യുക. അടുത്ത ലൈനിലേക്ക് വരും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ഈ ബൗണ്ടിങ് ബോക്സിന്റെ എൻഡിലെത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായി മുറിഞ്ഞ് അടുത്ത ലൈൻ വരുന്നതാണ്. നമുക്ക് പാരഗ്രാഫ് അടിക്കുന്ന സമയത്ത് മാത്രമേ എൻ്റർ കീ പ്രസ് ചെയ്യാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ
എല്ലായിടത്തും എൻ്റർ കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ എല്ലാം ഓരോ പാരഗ്രാഫായി കണക്കാക്കും. പോയിന്റ് ടെക്സ്റ്റിൽ നമുക്ക് അടുത്ത ലൈനിലേക്ക് വരാനായിട്ട് എൻ്റർ അടിക്കാതെ വേറെ നിർവാഹമില്ല. ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക്കായി ഈ ബൗണ്ടിങ് ബോക്സിൽ ടെക്സ്റ്റുകൾ എൻഡിൽ എത്തിക്കഴിഞ്ഞാൽ അടുത്ത ലൈനിലേക്ക് ഓട്ടോമാറ്റിക്കായി മുറിഞ്ഞു വരുന്നതാണ്. ഇവിടെ ഫോണ്ട് സൈസ് അല്പം ചെറുതാക്കാം. ഞാൻ കൺട്രോൾ എ, നമുക്കിവിടെ ഒരു 12 പോയിന്റ് കൊടുത്താൽ മതി. ഓക്കെ, സൂം ചെയ്ത് ടൈപ്പ് ചെയ്യുക. പ്രോഗ്രാമിംഗ് ഇൻ വിത്ത് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ ഓരോ വേർഡ് കഴിഞ്ഞ് സ്പേസ് ഇടേണ്ട ആവശ്യമാണ്. അതുപോലെ തന്നെ കുത്ത്, കോമ ഇത് കഴിഞ്ഞിട്ടായിരിക്കണം സ്പേസ് ഇടേണ്ടത്. ഇപ്പോൾ ഒരു പാരഗ്രാഫ് ഇവിടെ തീർന്നിരിക്കുകയാണ്. നമുക്ക് അടുത്ത പാരഗ്രാഫ് ടൈപ്പ് ചെയ്യണമെങ്കിൽ കീബോർഡിൽ എൻ്റർ കീ പ്രസ് ചെയ്യുക. മെയിൻ എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇവിടെ നമുക്കിത് കുറച്ച് ഉയർത്തി വയ്ക്കാവുന്നതാണ്. മൂട്ട് കൊടുക്കുക. ഇതിൻ്റെ ലൈൻ സ്പേസ് നമുക്ക് പിന്നീട് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിത് കംപ്ലീറ്റ് ടൈപ്പ് ചെയ്തതിന് ശേഷം ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതിൻ്റെ ബൗണ്ടിങ് ബോക്സിൻ്റെ അളവ് നമുക്കിവിടെ കൂട്ടാൻ സാധിക്കുന്നതാണ്. ക്ലിക്ക് ചെയ്ത് വലിക്കുക. ഈ പാരഗ്രാഫും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അടുത്തത് നമുക്ക് അഡ്രസ്സ് ടൈപ്പ് ചെയ്യണം. അതിനായി ഞാൻ എൻ്റർ അടിക്കുന്നു. എൻ്റർ. ഇനി നമുക്ക് ഇതിൻ്റെ ലൈൻ സ്പേസിംഗ് അറേഞ്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ പാരഗ്രാഫ് സ്പേസിങ്ങും അറേഞ്ച് ചെയ്യാം. ഞാനിവിടെ മൊത്തം സെലക്ട് ചെയ്ത് കൺട്രോൾ എ, ആൾട്ട് കീ ഹോൾഡ് ചെയ്ത് അപ്പ് ആരോ പ്രസ് ചെയ്യുക. മൂട്ട് കൊടുത്ത് ഇത് പൊസിഷൻ ചെയ്ത് വയ്ക്കുക. ഇവിടെ എനിക്ക് ഈ വെബ് ടെക്നോളജി എന്നുള്ളത് മാത്രം കുറച്ച് വലുതാവണം. ടൈപ്പ് കൊടുക്കുക. ഇത് സെലക്ട് ചെയ്ത് നമുക്ക് കീബോർഡിൽ ഫോണ്ട് സൈസ് വലുതാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഷിഫ്റ്റും കൺട്രോളും ഹോൾഡ് ചെയ്ത് ഇവിടെ ഫുൾ സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്താൽ അത് സൈസ് വലുതായി കിട്ടുന്നതാണ്. ഇനി ഇവിടെ ഇത് മൊത്തം സെലക്ട് ചെയ്ത് എനിക്ക് ഇതിൻ്റെ രണ്ട് വശവും, അതായത് ലെഫ്റ്റ് ഭാഗവും ഇതിൻ്റെ റൈറ്റ് ഭാഗവും ഒരേപോലെ അലൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓപ്ഷനാണ് ജസ്റ്റിഫൈ എന്ന് പറയും. അത് ഇവിടെ നമ്മൾ പാരഗ്രാഫ് എന്ന ഓപ്ഷനിൽ വന്ന് ഇവിടെ ജസ്റ്റിഫൈ ലാസ്റ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വരുന്ന ലൈൻ, ഓരോ പാരഗ്രാഫിന്റെ ലാസ്റ്റ് വരുന്ന ലൈൻ ലെഫ്റ്റിൽ അലൈൻമെന്റും ബാക്കി എല്ലാ ലൈൻസും രണ്ട് വശവും കറക്റ്റ് ചെയ്ത് വരുന്ന ഓപ്ഷനാണത്. ഇനി ഇവിടെ ജസ്റ്റിഫൈ ലാസ്റ്റ് സെന്റേഡ് ഇത് കൊടുത്താൽ നമുക്ക് ലാസ്റ്റ് വരുന്ന ലൈൻ മാത്രം സെന്ററായി നിൽക്കുന്നതാണ്. ഇവിടെ നമുക്ക് ജസ്റ്റ് നോക്കാം. ഇത് ലെഫ്റ്റ്, ഇവിടെ ബാക്കിയുള്ള എല്ലാ ലൈനുകളും റൈറ്റും ലെഫ്റ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവസാനത്തെ ലൈൻ വന്ന് നിൽക്കുന്നത് ലെഫ്റ്റിൽ നിന്ന് തുടങ്ങി ഇവിടെ വന്ന് തീരുകയാണ്. നമ്മൾ ഈ ഓപ്ഷനാണ് കൊടുക്കുന്നതെങ്കിൽ ലാസ്റ്റ് ലൈൻ സെന്ററിലേക്ക് മാറുന്നതായി കാണാം. ഈ ഓപ്ഷനാണ് കൊടുക്കുന്നതെങ്കിൽ ലാസ്റ്റ് ലൈൻ റൈറ്റിൽ നിന്ന് അലൈൻ ചെയ്യുന്നതാണ്. ഈ ഓപ്ഷനാണ് കൊടുക്കുന്നതെങ്കിൽ എല്ലാ ലൈനുകളും റൈറ്റും ലെഫ്റ്റും അലൈൻ ചെയ്ത് വരുന്നതാണ്. എനിക്കിവിടെ ഈ ഓപ്ഷൻ മതി. കൂടാതെ എനിക്ക് ഈ പാരഗ്രാഫിന്റെ സ്പേസ്, അതായത് ഈ ഒരു പാരഗ്രാഫിന്റെ മുകളിൽ എനിക്ക് സ്പേസ് ആവശ്യമാണ്, ഈ പാരഗ്രാഫിന്റെ മുകളിൽ എനിക്ക് സ്പേസ് ആവശ്യമാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഈ സ്പേസ് ബിഫോർ പാരഗ്രാഫ് എന്ന് പറയും. ഇവിടെ നമ്മൾ കൊടുത്താൽ, ഞാനിവിടെ ഒരു 10 പോയിന്റ് കൊടുത്താൽ നമുക്ക് ഓരോ പാരഗ്രാഫിന്റെയും, നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഓരോ പാരഗ്രാഫിന്റെയും മുകളിൽ സ്പേസ് വരുന്നതാണ്. ഇവിടെ നമുക്ക് വീണ്ടും വേണമെങ്കിൽ വർദ്ധിപ്പിക്കാവുന്നതാണ്. ഈ ഓരോ പാരഗ്രാഫിന്റെ മുകളിലാണ് സ്പേസ് വന്നിരിക്കുന്നത്. ഇത് ഞാനിവിടെ 0 കൊടുക്കുന്നു. നമ്മൾ ഇവിടെയാണ് ചേഞ്ചസ് വരുന്നതെങ്കിൽ ഓരോ പാരഗ്രാഫിനെ സെലക്ട് ചെയ്തിരിക്കുന്ന ഓരോ പാരഗ്രാഫ്, ഇവിടെ ഞാനിപ്പോൾ 2 പാരഗ്രാഫാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ പാരഗ്രാഫിന്റെയും ശേഷം നമുക്ക് സ്പേസ് വരുന്നതാണ്. ഈ 2 ഓപ്ഷനുകൾ ഏത് വേണമെങ്കിലും ഉപയോഗിച്ചാൽ മതി. ഇവിടെ 2 സ്ഥലത്തും കൊടുക്കുകയാണെങ്കിൽ ഓരോ പാരഗ്രാഫിന്റെ ഇടയിലുള്ള സ്പേസ് ഇരട്ടിയായി കിട്ടും.
0. ഇനി ഈ സെലക്ട് ചെയ്തിരിക്കുന്ന പാരഗ്രാഫിന്റെ ഫസ്റ്റ് ലൈൻ നമുക്ക് ഇങ്ങോട്ട് റൈറ്റ് സൈഡിലേക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഇൻഡന്റ് ഫസ്റ്റ് ലൈൻ. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ലൈൻ മാറുന്നതാണ്. അതല്ലെങ്കിൽ ഇവിടെ പോയിന്റ് നമുക്ക് അടിച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ 20 പോയിന്റ് കൊടുത്തപ്പോൾ ഇവിടെ നിന്നും ഫസ്റ്റ് ലൈൻ റൈറ്റ് സൈഡിലേക്ക് മാറിയിരിക്കുന്നതായി കാണാം. ഇനി ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇൻഡന്റേഷൻ. ഇൻഡന്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഈ ബൗണ്ടിങ് ബോക്സിൽ ജസ്റ്റ് മുട്ടിയാണ് ഇവിടെ ടെക്സ്റ്റ് വന്നിരിക്കുന്നത്. നമുക്ക് അത് ഈ ബൗണ്ടിങ് ബോക്സിൽ നിന്നും അല്ലെങ്കിൽ ആ മാർജിനിൽ നിന്നും റൈറ്റ് സൈഡിലേക്ക് മാറ്റാനുള്ള ഓപ്ഷനാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മളെ ബൗണ്ടിങ് ബോക്സിൽ നിന്നും സെലക്ടഡ് ലെറ്റേഴ്സുകൾ മാറിയിരിക്കുന്നതായി കാണാം. അതുപോലെ റൈറ്റ് സൈഡിൽ നിന്നും നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ് ഇവിടെ ചേഞ്ചസ് വരുത്തുക. ഇനി ഞാനിവിടെ ഇത് സെലക്ട് ചെയ്ത് കളർ ചേഞ്ച് വരുത്തുകയാണ്. ഓക്കെ, ഇത് നമുക്ക് ലെഫ്റ്റിൽ നിന്ന് ഇൻഡന്റേഷൻ കുറച്ച് കൂട്ടിക്കൊടുക്കാം. അതിനായി 100 കൊടുക്കാവുന്നതാണ്. അതുപോലെ ഇതിൻ്റെ സ്പേസ് ബിറ്റ്വീൻ ലൈൻസ് ഞാൻ കുറയ്ക്കുന്നു. രണ്ടാമത് സെലക്ട് ചെയ്ത് ആൾട്ട് ഹോൾഡ് ചെയ്ത് ആരോ കീ പ്രസ് ചെയ്യുക, അപ്പ് ആരോ കീ പ്രസ് ചെയ്യുക. ഇവിടെ സെലക്ട് ചെയ്ത് ഇതിൻ്റെ പാരഗ്രാഫ് സ്പേസ് നമുക്കൊരു 15 ആക്കി മാറ്റാം. ഇതിൻ്റെയും ഇവിടെ മൊത്തം സെലക്ട് ചെയ്ത് മാറ്റരുത്. അപ്പോൾ ഓരോ ലൈനും ഓരോ പാരഗ്രാഫിലാണ് കിടക്കുന്നത്. കാരണം ഞാനിവിടെ എൻ്റർ അടിച്ചാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് മാത്രം സെലക്ട് ചെയ്ത് 0 ആയി കൊടുക്കുക. ഇനി നമുക്കിവിടെ ഈ ND ഇത് നമുക്ക് സെലക്ട് ചെയ്ത് നേരത്തെ പഠിച്ചതാണ്. ഇവിടെ ഈ ക്യാരക്ടറിൽ വന്ന് നമുക്ക് സൂപ്പർ സ്ക്രിപ്റ്റ് ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഞാനിവിടെ ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് നമുക്കൊരു ടെക്സ്റ്റ് ഫിറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. എലിപ്റ്റിക്കൽ ടൂൾ എടുക്കുക, ക്ലിക്ക് ചെയ്തതിന് ശേഷം കൺട്രോൾ ഹോൾഡ് ചെയ്യുക. ഒരു ഷേപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഞാനിത് ഇവിടെ വെച്ചു. നമുക്ക് ഇതിൻ്റെ ഇൻസൈഡിൽ നിന്ന് കുറച്ച് സബ്ട്രാക്ട് ചെയ്ത് കളയണം. അതിനായി ഞാൻ വീണ്ടും വേറൊരു ഷേപ്പ് വരയ്ക്കുക. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ നമ്മൾ ഇതിങ്ങനെ സെലക്ഷനിൽ നിന്നാൽ ഇവിടെ സബ്ട്രാക്ഷൻ ഓപ്ഷൻ എടുക്കുമ്പോൾ ഇത് മൊത്തം ഏരിയയിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് പോകുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം രണ്ടാമത് ഈ എലിപ്സ് എന്ന ഷേപ്പ് ലെയർ ആക്റ്റീവ് ആക്കിയതിന് ശേഷം നമുക്ക് ഇവിടെ സബ്ട്രാക്ട് ഓപ്ഷൻ എടുക്കാവുന്നതാണ്. ഇനി വീണ്ടും ക്ലിക്ക് ചെയ്തതിന് ശേഷം കൺട്രോൾ ഹോൾഡ് ചെയ്യുക. ഇനി ഈ രണ്ട് ഒബ്ജക്റ്റുകൾ നമുക്ക് അലൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായി പാത്ത് സെലക്ഷൻ കൊടുക്കുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ അലൈൻമെന്റ് എന്ന ഓപ്ഷനിൽ വന്ന് ഹൊറിസോണ്ടൽ സെന്റേഴ്സ്, വെർട്ടിക്കൽ സെന്റേഴ്സ്. എനിക്ക് അകത്തുള്ള ആ പോർഷൻ കുറച്ച് ചെറുതാക്കണം. കൺട്രോൾ T, ഷിഫ്റ്റും ഓൾട്ടും ഹോൾഡ് ചെയ്ത് ചെറുതാക്കുക, എൻ്റർ. ഇനി മൂവ് ടൂൾ എടുത്ത് നമുക്ക് ഇത് അല്പം കൂടി ചെറുതാക്കാം. കൺട്രോൾ T, ഇതിനെയും കൂടി നീക്കി വയ്ക്കുകയാണ്. ഇനി ഇത് സൂം ചെയ്തതിന് ശേഷം കൺട്രോൾ സ്പേസ് ബാർ മറ്റൊരു പാത്ത് വരയ്ക്കുക. ഞാനിവിടെ ഷേപ്പ് മാറ്റി പാത്ത് ആക്റ്റീവ് ആക്കുകയാണ്. ഇവിടെ നമ്മൾ വേറൊരു പാത്ത് ക്രിയേറ്റ് ചെയ്യാണ്. അതിനു മുമ്പായിട്ട് എനിക്ക് ഈ ഷേപ്പ് റാസ്റ്ററൈസ് ചെയ്യാൻ സാധിക്കും. അതായത് ഷേപ്പ് സാധാ ലെയറാക്കി മാറ്റുന്നതിനാണ് നമ്മൾ റാസ്റ്ററൈസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഈ എലിപ്സ് ലെയറിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് റാസ്റ്ററൈസ് ലെയർ എന്ന ഓപ്ഷൻ കൊടുക്കുക. ഇപ്പോൾ ഇത് സാധാ ലെയറായിട്ട് മാറിയിരിക്കുന്നത് കാണാം. ഇനി ഞാൻ ഇവിടെ നിന്ന് ഇത് കട്ട് ചെയ്ത് കളയാണ്. ഇവിടെ എലിപ്റ്റിക്കൽ മാർക്കറ്റ് കൊടുക്കുക. ഇങ്ങനെ ഈ ഒരു കർവി ടൈപ്പ് ആയിട്ട് എനിക്ക് കട്ട് ചെയ്ത് കളയേണ്ടത്. ഡിലീറ്റ് ചെയ്യുന്നു, ഡീസെലക്ട്. ഇനി ഇവിടെ മറ്റൊരു പാത്ത് വരയ്ക്കുക. എലിപ്സ് ടൂൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം കൺട്രോൾ ഹോൾഡ് ചെയ്യുക. പാത്ത് വന്നിട്ടുണ്ട്. പാത്ത് സെലക്ഷൻ കൊടുത്ത് സെൻറ്റർ ആക്കുക. കൺട്രോൾ T, ഷിഫ്റ്റും ഓൾട്ടും ഹോൾഡ് ചെയ്ത് അല്പം വലുതാക്കുക. ഇനി ടൈപ്പ് ടൂൾ എടുത്ത് നമ്മൾ ഈ പാത്തിൻ്റെ മീതെ വരുമ്പോൾ ടൈപ്പ് ടൂളിൻ്റെ കൂടെ ഒരു ലൈൻ പ്രത്യക്ഷപ്പെടുന്നതായി കാണാം. ക്ലിക്ക് ചെയ്ത് നമുക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്.
ഇവിടെ ഇതിന്റെ കളർ ചേഞ്ചസ് വരുത്താവുന്നതാണ്. ക്ലിക്ക് ചെയ്തതിനു ശേഷം കൺട്രോൾ എ, വൈറ്റ് കളർ കൊടുക്കുന്നു. ഇവിടെ ഇത് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇങ്ങോട്ട് മാറ്റുക. അതുപോലെ ഇപ്പോൾ ഈ പാത്തിന്റെ ഇൻസൈഡിലാണ് ഇത് വന്നിരിക്കുന്നത്. നമുക്ക് ക്ലിക്ക് ചെയ്ത് പുറത്തേക്ക് വലിക്കുകയാണെങ്കിൽ പുറത്തേക്ക് ആ ലെറ്റർ വരുന്നതായി കാണാം. ഞാനിത് ഇങ്ങനെ പിടിച്ച് ഹോൾഡ് ചെയ്ത് മാറ്റുക. ഇതും പിടിച്ച് മാറ്റുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് അല്പം ഇങ്ങോട്ട് മാറ്റുക. ഓക്കെ. ഇനി ഞാൻ ഇതിന്റെ ഈ പാത്തിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ്. അതിനായി മൂട്ട് കൊടുത്ത് ആൾട്ട് കീ പ്രസ് ചെയ്ത് കോപ്പി എടുക്കുക. പാത്ത് സെലക്ഷനിലോട്ട് സെലക്ട് ചെയ്തതിനു ശേഷം സൈഡിലേക്ക് വലിക്കുക. ഇതിന്റെ കളർ ചേഞ്ച് ഇത് ക്ലിക്ക് ചെയ്ത് അതിന്റെ കളർ ചേഞ്ച് വരുത്തുക. നമുക്കിത് കൺട്രോൾ ടി അടിച്ചുകൊണ്ട് ഇതിന്റെ ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കുന്നതാണ്. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫ്ലിപ്പ് വെർട്ടിക്കൽ, ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ, എൻ്റർ മൂട്ട് കൊടുത്ത് ഇവിടെ വെച്ചതിന് ശേഷം മാറ്റർ സെലക്ട് ചെയ്ത് ടെക്സ്റ്റ് മാറ്റിയടിക്കുക. താഴത്തേക്ക് വയ്ക്കുക. ക്യാരക്ടർ സ്പേസ് അല്പം കൂട്ടുക. കൺട്രോൾ എ, ആൾട്ട് കീ ഹോൾഡ് ചെയ്ത് ഇനി ഇതിന്റെ സെൻട്രലായി മറ്റൊരു ലെറ്റർ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് കൊടുത്തു കളർ ചേഞ്ച് വരുത്തുക. ക്ലിക്ക് ചെയ്ത് ആൾട്ട് ഡിലീറ്റ്, ഇത് കോൺട്രാക്ട് ചെയ്യുക. ഇങ്ങനെ നമുക്ക് ഒരു പാത്ത് ഉണ്ടാക്കി അതിനകത്തേക്ക് ടൈപ്പ് ഫിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൺട്രോൾ 0. ഇനി ഇന്റഗ്രേറ്റഡ് എന്നുള്ളത് കുറച്ച് താഴത്തേക്ക് ഇറക്കി വയ്ക്കാവുന്നതാണ്. നമ്മൾ ഇവിടെ വെച്ചിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ ലെയർ സെലക്ട് ചെയ്യാവുന്നതാണ്. ആരോ കീ ഉപയോഗിച്ച് ഇവിടെ ഇത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ലിങ്ക്ഡ് ഫയലാണ്. അതുകൊണ്ട് ഒരു ലെയർ പിടിച്ച് വലിക്കുമ്പോൾ അതിനോട് ലിങ്ക് ചെയ്തിരിക്കുന്ന മറ്റ് ഫയലും മൂവ് ആവുന്നതാണ്. ഞാനിവിടെ ലിങ്ക് ഇനാക്റ്റീവ് ചെയ്യാണ്. ഈ ബട്ടണിൽ വന്ന് ക്ലിക്ക് ചെയ്താൽ ആ ലിങ്ക് ഇനാക്റ്റീവ് ആവുന്നതാണ്. നമുക്ക് താഴത്തേക്ക് ഇറക്കി വയ്ക്കാം. ഇനി വേണമെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്ത മാറ്ററുകൾ റൊട്ടേറ്റ് ചെയ്യാനും അതുപോലെ അതിൻ്റെ സ്ക്യൂ ചെയ്യാനെല്ലാം സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ വെബ് എന്ന ലെയർ സെലക്ട് ചെയ്ത് കൺട്രോൾ ടി അടിച്ചാൽ നമുക്കിത് വേണമെങ്കിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. എസ്കേപ്പ് അടിച്ചാൽ ഇത് ക്യാൻസൽ ആയിക്കോളും. പാരഗ്രാഫ് ടെക്സ്റ്റും നമുക്ക് ചേഞ്ചസ് വരുത്താവുന്നതാണ്. ഇത് ടൈപ്പിലെടുത്ത് ഈ പാരഗ്രാഫിൻ്റെ എവിടെയെങ്കിലും വെച്ച് ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ ഒരു കർവ് വരുന്നതാണ്. നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. കൂടാതെ നമുക്ക് ഇവിടെ എഡിറ്റ് മെനുവിൽ ചെന്ന് ട്രാൻസ്ഫോം എന്ന ഓപ്ഷനിൽ വന്ന് സ്ക്യൂ എടുത്താൽ ഇത് നമുക്ക് സ്ക്യൂ ചെയ്യാനെല്ലാം സാധിക്കുന്നതാണ്. എസ്കേപ്പ് അടിച്ചാൽ ക്യാൻസൽ ആവും. എൻ്റർ അടിച്ചാൽ അത് അപ്ലൈ ആവുന്നതാണ്. ഞാൻ കൺട്രോൾ സെറ്റ് അടിക്കുന്നു. കൺട്രോൾ ആൾട്ട് സെറ്റ്. ഇനി മറ്റൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുകയാണ്. മൂട്ട് കൊടുത്ത് നമുക്കിത് പൊസിഷൻ ചെയ്യാം. ഞാൻ അതിൻ്റെ ഫോണ്ട് ചേഞ്ച് വരുത്തുകയാണ്. ഇതിന് ക്യാരക്ടർ സ്പേസിംഗ് കൊടുക്കാവുന്നതാണ്. സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ അതിന് സ്പേസിംഗ് വന്നോളും. അതല്ലെങ്കിൽ ആൾട്ട് കീ പ്രസ് ചെയ്ത് റൈറ്റ് ആരോ കീ പ്രസ് ചെയ്യുക. മൂട്ട് കൊടുത്ത് ഞാനിവിടെ ഇത് പൊസിഷൻ ചെയ്യുന്നു. നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഷാഡോ കൊടുക്കാവുന്നതാണ്. അതിനായി ലെയർ സ്റ്റൈലിൽ വന്ന് എഫക്ട്സ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡ്രോപ്പ് ഷാഡോ, അതിൻ്റെ ഓപ്ഷൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഒപ്പാസിറ്റി കൂട്ടി കൊടുക്കാം. അതുപോലെ ഇതിൻ്റെ സൈസ്, ഇതിൻ്റെ സ്പ്രെഡ്നെസ് ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ.
നമ്മളുടെ എലിപ്സ് പാത്തിൽ ഫിറ്റ് ടെക്സ്റ്റ് ചെയ്ത പോലെ നമുക്ക് ഫ്രീ ഹാൻഡ് ആയിട്ടുള്ള പാത്തുകളിലൂടെയും ടെക്സ്റ്റ് ഫിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായി പെൻ ടൂൾ എടുക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ടൈപ്പ് ഫിറ്റ് ചെയ്യുമ്പോൾ ടൈപ്പ് ലെയറിൽ നിൽക്കാതെ മറ്റേതെങ്കിലും ഒരു ലെയറിൽ നിൽക്കുകയോ അതല്ലെങ്കിൽ ഒരു പുതിയ ലെയർ ഉണ്ടാക്കുകയോ ചെയ്തിട്ട് വേണം പാത്ത് ക്രിയേറ്റ് ചെയ്യാൻ. ഇനി പാത്ത് വരയ്ക്കുക. ഓക്കെ, ടൈപ്പ് ടൂൾ എടുക്കുക. ഈ ടൈപ്പ് ടൂൾ എടുത്ത് നമ്മൾ ഈ പാത്തിന്റെ മേലെ വരുമ്പോൾ കഴ്സറിന്റെ കൂടെ ഒരു റൗണ്ടഡ് ഷേപ്പ് ആഡ് ചെയ്ത് വരുന്നത് കാണാം. ആ സമയത്ത് പാത്തിൽ വെച്ച് ക്ലിക്ക് ചെയ്യുക. ഇനി ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിവിടെ ടൈപ്പ് ചെയ്തപ്പോൾ ഈ ടെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പൊസിഷനിൽ നിന്ന് കുറച്ച് മാറിയാണ് ലെറ്ററുകൾ വന്നിട്ടുള്ളത്. അത് ഇവിടെ ഇതിന്റെ ഇൻഡന്റേഷൻ 25 പോയിന്റ് കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ മാറി വന്നിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ ഫസ്റ്റ് ലൈൻ ഇൻഡന്റ് നമ്മൾ 40 പോയിന്റ് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. റീസെറ്റ് ചെയ്ത് വെക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ, ഇനി സാധാരണ ചെയ്യുന്ന പോലെ കളർ മാറ്റുകയോ അല്ലെങ്കിൽ ഫോണ്ടിന്റെ വലിപ്പം കൂട്ടുകയോ എല്ലാം ചെയ്യാവുന്നതാണ്. കളർ ചേഞ്ച് വരുത്താവുന്നതാണ്. ഇങ്ങനെ നമുക്ക് ഒരു ഫ്രീ പാത്തിലൂടെയും നമുക്ക് ടെക്സ്റ്റ് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഫോട്ടോഷോപ്പിൽ സന്തോഷകരമായ മറ്റൊരു വസ്തുത, ഈ പുതിയ വെർഷനുകളിൽ ടെക്സ്റ്റ് പ്രീസെറ്റുകൾ അല്ലെങ്കിൽ പാരഗ്രാഫ് സ്റ്റൈലുകൾ, ക്യാരക്ടർ സ്റ്റൈലുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. അത് എങ്ങനെയാണെന്ന് നോക്കാം. പാനലിൽ ബേസിക് പാരഗ്രാഫ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന അതിൻ്റെ ടൈപ്പ് സെറ്റ്, അതിൻ്റെ ഫോണ്ടിൻ്റെ സ്റ്റൈല്, അതുപോലെ അതിൻ്റെ വലിപ്പം, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഇവിടെ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണിച്ചു തരുന്നതാണ്. അതിൻ്റെ പോയിന്റ് വാല്യൂ, അതുപോലെ അതിൻ്റെ ഫോണ്ട് സ്റ്റൈല്, അതിൻ്റെ ഫോണ്ട് ഫാമിലി, ഈ ഒരു ഓപ്ഷനിൽ നിന്നുകൊണ്ടായിരിക്കും നമുക്ക് അതിൻ്റെ സ്റ്റൈല് വരുന്നത്. അതുപോലെ അതിൻ്റെ കളറ്, ഇതെല്ലാം നമുക്ക് ചേഞ്ചസ് വരുത്താവുന്നതാണ്. ഇനി നമുക്ക് എപ്പോഴും റെഗുലറായി യൂസ് ചെയ്യുന്ന ഒരു സ്റ്റൈൽ സേവ് ചെയ്ത് വയ്ക്കാൻ സാധിക്കുന്നതാണ്. അതിനായി ഇവിടെ ഈ പോയിന്ററിൽ ക്ലിക്ക് ചെയ്ത് ന്യൂ പാരഗ്രാഫ് സ്റ്റൈൽ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുകയോ അതല്ലെങ്കിൽ ഇവിടെ ന്യൂ എന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്യുകയോ ചെയ്യുക. ഇവിടെ പാരഗ്രാഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു പുതിയ പ്രീസെറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ പ്രീസെറ്റ് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് എന്തെങ്കിലും പേര് നൽകണമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കൂടാതെ ഏത് ഫോണ്ടാണ് നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ ഫോണ്ടിൻ്റെ സൈസ് എത്ര വേണം ഞാനിവിടെ പിക്ക് ചെയ്തു. അതുപോലെ അതിൻ്റെ ലീഡിങ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ലീഡിങ് ഇവിടെ സെലക്ട് ചെയ്ത് ഒരു 18 പോയിന്റ് കൊടുത്തു. അതുപോലെ ക്യാരക്ടറിൻ്റെ സ്പേസിങ്, ക്യാരക്ടർ കേണിങ്, രണ്ട് ക്യാരക്ടർ തമ്മിലുള്ള അകലം നിശ്ചയിക്കുന്നത്. കൂടാതെ ഇവിടെ ട്രാക്കിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. കൂടാതെ അതിൻ്റെ കേസ് നോർമലാണോ വേണ്ടത്, ഓൾ ക്യാപ്സ്, സ്മോൾ ക്യാപ്സ്, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ഓൾ ക്യാപ്സ് സെലക്ട് ചെയ്യുന്നു. അതുപോലെ പൊസിഷൻ സൂപ്പർ സ്ക്രിപ്റ്റ് ആണോ സബ്സ്ക്രിപ്റ്റ് ആണോ അത് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. കൂടാതെ എന്ത് കളറിലാണ് ഫോണ്ട് വരേണ്ടത്, ഞാനിവിടെ റെഡ് കളർ സെലക്ട് ചെയ്തു. കൂടാതെ അതിൻ്റെ എഫക്റ്റുകൾ, സ്ട്രൈക്ക് ത്രൂ, വെട്ടിക്കളയുന്ന പോലെ എഫക്റ്റ് വേണോ, അണ്ടർലൈൻ വേണ്ട ടെക്സ്റ്റുകളാണോ, ഫോക്സ് ബോൾഡ്, കുറച്ച് കട്ടിയുള്ള ടൈപ്പ് ഫോണ്ടുകളാണോ വേണ്ടത്, ഇറ്റാലിക്, സ്റ്റാൻഡേർഡ് വെർട്ടിക്കൽ റോമൻ അലൈൻമെന്റ്, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ അഡ്വാൻസ്ഡ് ക്യാരക്ടർ ഫോർമാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് വെർട്ടിക്കൽ സ്കെയിലിംഗ്, ഹൊറിസോണ്ടൽ സ്കെയിലിംഗ് എല്ലാം നമുക്ക് ചേഞ്ചസ് വരുത്താവുന്നതാണ്. അതായത് ഓപ്പൺ ടൈപ്പ് ഫീച്ചേഴ്സ്, സ്റ്റാൻഡേർഡ് ലിഗേച്ചേഴ്സ്, കോണ്ടെക്സ്റ്റൽ ആൾട്ടർനേറ്റ്സ്, ടിറ്റിലിംഗ് ആൾട്ടർനേറ്റ്സ് എന്നുള്ള ഓപ്ഷൻസ് എല്ലാം നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇൻഡന്റ് വേണമെങ്കിൽ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ലെഫ്റ്റ് ഇൻഡന്റ്, അതുപോലെ റൈറ്റ്, കൂടാതെ ഫസ്റ്റ് ലൈൻ ഇൻഡന്റ്, ഇങ്ങനെയുള്ള ഓപ്ഷൻസ്, പാരഗ്രാഫ് സ്പേസ്, ബിഫോർ ആൻഡ് ആഫ്റ്റർ സ്പേസ്, ഇങ്ങനെ ഇതെല്ലാം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ കോമ്പോസിഷൻസ്, സിംഗിൾ ലൈൻ കോമ്പോസർ, അഡോബ് എവരി ലൈൻ കോമ്പോസർ, അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. ജസ്റ്റിഫിക്കേഷൻസ്, നമുക്ക് വേർഡിന്റെ സ്പേസിംഗ്, അതുപോലെ ഡിസൈഡ്, മാക്സിമം, ലെറ്റർ സ്പേസിംഗ് എത്ര വേണം, അതിൻ്റെ ഗ്ലിഫ് സ്കെയിലിംഗ്, ഇതെല്ലാം നമുക്ക് ഹൈഫനേഷൻ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാവുന്നതാണ്. വേർഡ് ലോങ്ങർ, എത്ര ലെറ്റർ കഴിഞ്ഞിട്ടാണല്ലോ അതിൻ്റെ നീളം വേണ്ടത്, ഇങ്ങനെയെല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇത് ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ന്യൂ സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു പ്രീസെറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വരുന്നതാണ്. ഈ സ്റ്റൈലിൽ ഇപ്പോൾ നിൽക്കുന്നതുകൊണ്ട് നേരത്തെ ടൈപ്പ് ചെയ്ത മാറ്റർ ഈ ഒരു സ്റ്റൈലിലേക്ക് മാറി, അതിൻ്റെ ഫോണ്ട് ചേഞ്ച് വന്നിട്ടുണ്ട്, എല്ലാം ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് മാറി, ഇങ്ങനെയുള്ള ഓപ്ഷൻസ്. അതുപോലെ ലീഡിങ് അതിന് ചേഞ്ച് വന്നിട്ടുണ്ട്.
നമ്മൾ ബേസിക് പാരഗ്രാഫ് ഈ പ്രീസെറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത ഓപ്ഷനിലേക്കും ന്യൂ സ്റ്റൈലിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ മാറി വരുന്നതായും കാണാം. ഇങ്ങനെ ഒരു ഓപ്ഷൻ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ റെഗുലറായി ഇപ്പോൾ മന്ത്ലി അല്ലെങ്കിൽ വീക്കിലി അല്ലെങ്കിൽ എപ്പോഴും ഒരേ ഡിസൈൻ ആവശ്യപ്പെടുന്ന വർക്കുകൾക്ക് നമുക്ക് എപ്പോഴും പോയി ഫോണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടർ സെറ്റ് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ഒരു പ്രീസെറ്റ് ഉണ്ടാക്കിയിടുകയാണെങ്കിൽ എളുപ്പം നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതേപോലെ പാരഗ്രാഫ് സ്റ്റൈൽ പുതിയത് ഉണ്ടാക്കുന്നത് പോലെ നമുക്ക് ക്യാരക്ടർ സ്റ്റൈലും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നൺ എന്ന് പറയുന്ന പ്രീസെറ്റാണ് കിടക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ പുതിയൊരു പ്രീസെറ്റ് ഉണ്ടാക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്യുക, ന്യൂ ക്യാരക്ടർ സ്റ്റൈൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ക്യാരക്ടർ സ്റ്റൈൽ 1 എന്ന് പറയുന്ന ഡിഫോൾട്ട് ഒരു പേര് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് സെലക്ട് ചെയ്ത് മാറ്റി കൊടുക്കാൻ സാധിക്കുന്നതാണ്. ന്യൂ എന്ന് പറഞ്ഞു കൊടുത്തു. അതുപോലെ ഫോണ്ട് ഫാമിലി ഏത് ഫോണ്ടാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ അതിൻ്റെ പോയിന്റ് സൈസ് എത്ര വേണം, കൂടാതെ നേരത്തെ പറഞ്ഞ ലീഡിങ്, അതുപോലെ ഇതിൻ്റെ കേണിങ് ടൈപ്പുകൾ, അതുപോലെ ക്യാരക്ടർ സ്പേസിങ്, കേസുകൾ, നോർമൽ, ഞാൻ സ്മോൾ ക്യാപ് സെലക്ട് ചെയ്യുന്നു. അതുപോലെ ഇവിടെ സ്ട്രൈക്ക് ത്രൂ ആക്റ്റീവ് ആക്കുകയാണെങ്കിൽ നമുക്ക് വെട്ടിക്കളയുന്ന പോലെയുള്ള ആ ഒരു എഫക്റ്റ് ആയിരിക്കും വരുന്നത്. അതുപോലെ കളറ് നമുക്ക് ചേഞ്ചസ് വരുത്താവുന്നതാണ്. ഇങ്ങനെ എത്ര പ്രീസെറ്റ് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് അടുത്ത ന്യൂ സ്റ്റൈൽ കൊടുക്കുക. അപ്പോൾ ക്യാരക്ടർ സ്റ്റൈൽ എന്ന് പറഞ്ഞ് പുതിയൊരു പ്രീസെറ്റ് വരുന്നതാണ്. ഇവിടെയും നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇവിടെ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, ക്ലിയർ ഓവർ റൈഡ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഫോർമാറ്റ് ചെയ്തിരിക്കുന്ന കളർ ചേഞ്ചസ്, അതുപോലെ ഇതിൻ്റെ ഫസ്റ്റ് ലൈൻ ഇൻഡന്റ് മാറ്റിയിട്ടുണ്ട്, അതുപോലെ ലെഫ്റ്റ് ഇൻഡന്റ്, അങ്ങനെയുള്ള ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്ത് നമ്മൾ എങ്ങനെയാണ് മാറ്റർ ടൈപ്പ് ചെയ്തിട്ടിരുന്നത് അതേപോലെ ആവുന്ന ഒരു ഓപ്ഷനാണ്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ അത് സാധാരണ ടൈപ്പിംഗ് സ്റ്റൈലിലേക്ക് മാറുന്നതാണ്. ഞാനിവിടെ കൺട്രോൾ സെറ്റ് ചെയ്യുന്നു. ഓക്കെ. ഇനി ഈ ടെക്സ്റ്റ് ടൂളിൻ്റെ കൂടെ ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അടുത്ത ഓപ്ഷനാണ് വെർട്ടിക്കൽ ടൈപ്പ് ടൂൾ. നമുക്ക് വെർട്ടിക്കലായിട്ടാണ് ടൈപ്പ് ചെയ്യേണ്ടതെങ്കിൽ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഇവിടെ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ സെലക്ട് ചെയ്യുന്നു, കളർ ചേഞ്ചസ് വരുത്തുക, റൈറ്റ് സൈഡിൽ എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇതുപോലെ മുകളിൽ നിന്ന് താഴത്തേക്ക് ടൈപ്പ് ചെയ്ത് വരുന്നതാണ്. ഇതിൻ്റെ കൂടെ ഹൊറിസോണ്ടൽ ടൈപ്പ് മാസ്ക് ടൂൾ ഓപ്ഷൻ ഉണ്ട്, വെർട്ടിക്കൽ ടൈപ്പ് മാസ്ക് ടൂൾ. ഇതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായി നമുക്ക് ഒരു പുതിയ ഫയൽ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഫയൽ ഓപ്പൺ, ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമ്മൾ നേരത്തെ പാത്തിലൂടെ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഒരു രീതിയാണ് കാണുന്നത്. ഞാൻ ഇവിടെ നിന്നും റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഹൊറിസോണ്ടൽ ടൈപ്പ് മാസ്ക് ടൂൾ എടുത്ത് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഒരു ഒപ്പാസിറ്റി കുറഞ്ഞ ഒരു റെഡ് ഫിൽ ഇവിടെ വരുന്നതാണ്. നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇത് സെലക്ട് ചെയ്ത് വലിപ്പം കൂട്ടാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഫോണ്ടിൽ ചേഞ്ച് വരുത്താം. തിക്കായിട്ടുള്ള ഒരു ഫോണ്ടാണ് ഞാൻ എടുക്കുന്നത്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഈ ടൂളിൽ നിന്ന് മാറുന്ന സമയത്ത് ഒരു സെലക്ഷൻ മാത്രമാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഇതൊരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യുന്നതല്ല. മൂവ് എടുത്ത് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്നും ഇത് കട്ടായി ആയിരിക്കും വരുന്നത്. നമുക്ക് സെലക്ഷൻ മാത്രം നീങ്ങിയാൽ മതിയെങ്കിൽ ഏതെങ്കിലും സെലക്ഷൻ ടൂൾ എടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്ത്, ഈ സെലക്ഷൻ്റെ അകത്ത് വെച്ചിട്ട് വേണം മൂവ് ചെയ്യാനായിട്ട്. പുറത്ത് വെച്ച് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ സെലക്ഷൻ നഷ്ടപ്പെടുന്നതാണ്. ആൾട്ട് കൺട്രോൾ സെറ്റ്, ഞാനിത് ഇവിടേക്ക് വയ്ക്കുന്നു. ഇപ്പോൾ ഇവിടെ ഒരു സെലക്ഷൻ മാത്രമാണ് ഉള്ളത്. നമുക്ക് ഇവിടെ ആഡ് ലെയർ മാസ്ക് എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ആ ടെക്സ്റ്റിൻ്റെ അകത്ത് അല്ലെങ്കിൽ ആ സെലക്ട് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റിൻ്റെ അകത്ത് ഇമേജ് മാസ്ക് ആവുന്നതാണ്. ബാക്കിയുള്ള പോർഷൻസ് എല്ലാം നമുക്കിവിടെ ഹൈഡായി പോകുന്നത് കാണാം. ഇത് നമ്മൾ പൊസിഷൻ നമുക്ക് മൂവ് ചെയ്ത് വയ്ക്കാൻ സാധിക്കുന്നതാണ്. മൂവ് എടുക്കുക, ഇങ്ങനെ പൊസിഷൻ മൂവ് ചെയ്ത് വയ്ക്കാൻ സാധിക്കും. ഇവിടെ ലിങ്ക് ഇങ്ങനെ ആക്റ്റീവായി കിടക്കുന്നതുകൊണ്ട് മാസ്ക്ഡ് ഒബ്ജക്റ്റ് ആയിരിക്കും മൂവ് ചെയ്യുന്നത്. നമുക്ക് ഈ ലിങ്ക് ഇനാക്റ്റീവായി വയ്ക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആ സെലക്ഷൻ നമ്മൾ എങ്ങോട്ടാണോ മാറ്റുന്നത് അതനുസരിച്ചുള്ള ബാക്ക്ഗ്രൗണ്ടിലെ ഒബ്ജക്റ്റ് ആയിരിക്കും നമുക്കിതിൽ വിസിബിളായി കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്കിതിന് എഫക്റ്റ് എല്ലാം നൽകാൻ സാധിക്കുന്നതാണ്. എഫക്ട്സ് ക്ലിക്ക് ചെയ്ത് ഞാനിവിടെ സ്ട്രോക്ക് കൊടുക്കുന്നു. ഒരു സ്ട്രോക്ക് വന്നിട്ടുണ്ട്. നമുക്ക് കളർ വേണമെങ്കിൽ ചേഞ്ച് വരുത്താവുന്നതാണ്. ഓക്കെ. അതുപോലെ ഷാഡോസ് കൊടുക്കണമെങ്കിൽ ഇന്നർ ഷാഡോ, കളർ ചേഞ്ചസ് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇവിടെ ഓക്കെ കൊടുക്കാം.
ഈ ലെയറിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ സാധിക്കുന്നതാണ്. കൺട്രോൾ ജെ. ഞാനിവിടെ ലെയർ സ്റ്റൈലുകൾ ക്ലിയർ ചെയ്ത് കളയാണ്. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ക്ലിയർ ലെയർ സ്റ്റൈൽ. ഇവിടെ ഈ മാസ്ക് നമുക്ക് ഡിസേബിൾ ചെയ്ത് വയ്ക്കാൻ സാധിക്കുന്നതാണ്. ഈ ബോക്സിൽ, ഈ കറുത്ത ബോക്സിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡിസേബിൾ ലെയർ മാസ്ക് കൊടുത്താൽ നമ്മുടെ ആ മാസ്കിംഗ് ഇവിടെ നഷ്ടപ്പെടുന്നതാണ്. അതുപോലെ ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഡിലീറ്റ് ലെയർ മാസ്ക് കൊടുക്കുകയാണെങ്കിൽ ആ മാസ്ക് ഇവിടെ നിന്നും പോകുന്നതാണ്. ഞാനിവിടെ ഇത് ഇവിടെ വയ്ക്കുന്നു. ഇത് നമുക്ക് ഈ ലെയറിന്റെ താഴേക്ക് ഇടാം. അതിനായി കൺട്രോൾ ഇൻ സ്ക്വയർ ബ്രാക്കറ്റ്. ഇതിന്റെ കൂടെ വെർട്ടിക്കൽ മാസ്ക് നമുക്ക് നോക്കാവുന്നതാണ്. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, വെർട്ടിക്കൽ ടൈപ്പ് മാസ്ക് ടൂൾ ക്ലിക്ക് ചെയ്യുക. സെലക്ട് ചെയ്ത് ഞാൻ അല്പം ചെറുതാക്കുകയാണ്. ഇങ്ങനെ വെർട്ടിക്കലായിട്ട് ആ സെലക്ഷൻ വരുന്നതായി കാണാം. ഏതെങ്കിലും സെലക്ഷൻ ടൂൾ എടുക്കുക, മാസ്ക് ചെയ്യാം. ഇതുമാതിരി ആയിരിക്കും നമുക്ക് മാസ്ക് വരുന്നത്. ഇതിലേക്ക് എഫക്റ്റ് കൊടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ സ്ട്രോക്ക് കൊടുക്കാം. ഓക്കെ. ഇവിടെ മാസ്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് റിലീസ് ചെയ്ത് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഫ്രീ ആക്കി എടുക്കാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡിലീറ്റ് ലെയർ മാസ്ക് കൊടുക്കാം. ഇത് കൊടുത്താൽ നമ്മുടെ ഒബ്ജക്റ്റ് നമുക്ക് നഷ്ടപ്പെടുന്നതല്ല. അൺഡു. ഇനി നമുക്ക് ലെറ്ററുകൾ ടൈപ്പ് ചെയ്ത് അതിനെ വർക്ക് പാത്താക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. അതിനായി ടൂൾ ബോക്സിൽ ചെന്ന് ടെക്സ്റ്റ് ടൂൾ എടുക്കുക, ക്ലിക്ക് ചെയ്ത് ആവശ്യമുള്ള മാറ്റർ ടൈപ്പ് ചെയ്യുക. കൺട്രോൾ എ, കളർ ചേഞ്ച് വരുത്തുക. ഓക്കെ. ഇത് അല്പം വലുതാക്കുക. കൺട്രോൾ ടി, എൻ്റർ. ഇവിടെ പുതിയൊരു ടൈപ്പ് ലെയർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ പാത്താക്കി മാറ്റാം. അതിനായി ടൈപ്പ് എന്ന മെനുവിൽ ചെന്ന് ക്രിയേറ്റ് വർക്ക് പാത്ത് എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ആ എഡ്ജിലൂടെ പാത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പാത്തിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൺട്രോൾ എൻ്റർ കീബോർഡിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ ആ ടൈപ്പിന്റെ എഡ്ജിലൂടെ ഒരു സെലക്ഷൻ വരുന്നതായി കാണാം. ഞാനത് ഡീസെലക്ട് ചെയ്യാണ്. കൺട്രോൾ ഡി. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ സെലക്ഷൻ ഇനി എടുക്കാവുന്നതാണ്. ഇവിടെ പാത്ത് പാനലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ വർക്ക് പാത്ത് എന്ന് പറയുന്ന പുതിയൊരു പാത്ത് ഫോം ചെയ്തിരിക്കുന്നത് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്താൽ വീണ്ടും ആ പാത്ത് ആക്റ്റീവ് ആവുന്നതാണ്. കീബോർഡിൽ കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്താൽ അത് വീണ്ടും സെലക്ഷൻ ആക്കി എടുക്കാനും കഴിയുന്നതാണ്. കൺട്രോൾ ഡി. നമുക്ക് ഈ പാത്തിന് സ്ട്രോക്ക് നൽകാൻ സാധിക്കും. അതിനായി ഇവിടെ ഈ പാനലിന്റെ മൂലയിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് സ്ട്രോക്ക് പാത്ത് ഇപ്പോൾ ആക്റ്റീവ് അല്ല, കാരണം നമ്മളിപ്പോൾ നിൽക്കുന്നത് ടൈപ്പ് ലെയറിലാണ്. ലെയർ പാനലിൽ വന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു പുതിയ ലെയർ ഫോം ചെയ്യേണ്ടത് ആവശ്യമാണ്. ന്യൂ. ഓക്കെ. അതിനുശേഷം പാത്ത് പാനലിൽ വരിക, ഇത് ആക്റ്റീവ് ആക്കുക. ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് സ്ട്രോക്ക് പാത്ത് നൽകാൻ സാധിക്കുന്നതാണ്. അത് ഇവിടെ ഇപ്പോൾ കിടക്കുന്ന കളർ, ഇവിടെ ഫോർഗ്രൗണ്ടിൽ കിടക്കുന്ന കളറാണ് ഈ സ്ട്രോക്കിലേക്ക് വരുന്നത്. നമുക്കിത് ക്യാൻസൽ ചെയ്ത് പുതിയൊരു കളർ ഉണ്ടാക്കാം. ഓക്കെ. ഇപ്പോൾ കിടക്കുന്ന ബ്രഷ് ഏത് സൈസ് ആണെന്ന് അറിയില്ല. ബ്രഷ് ടൂൾ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ അറിയാൻ കഴിയും. അതുപോലെ ഇതിന്റെ സ്റ്റൈല് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആവശ്യമുള്ള ബ്രഷുകൾ ലൊക്കേറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ ഞാനൊരു സ്ക്വയർ ബ്രഷാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സെറ്റിംഗ്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സ്ക്വയർ ബ്രഷസ് ആക്റ്റീവ് ആക്കുക. അപ്പൻഡ് ചെയ്താൽ നമുക്ക് ഈ ലിസ്റ്റിലേക്ക് കയറി വരുന്നതാണ്. അപ്പൻഡ്. ഞാനൊരു ചെറിയ സ്ക്വയർ ബ്രഷ് എടുക്കുന്നു. ഓക്കെ. ഇനി നമ്മൾ പുതിയ ലെയർ ഉണ്ടാക്കിയിട്ടുണ്ട്. പാത്തിൽ വന്നിട്ട് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സ്ട്രോക്ക് പാത്ത് കൊടുക്കുകയാണെങ്കിൽ ഏത് ടൂളാണ് വേണ്ടത്, നമുക്ക് ഏത് ടൂൾ വെച്ചാണ് സ്ട്രോക്ക് ഉണ്ടാക്കേണ്ടത് എന്നുള്ള ഓപ്ഷൻ ഇവിടെ ചോദിക്കും. ഓക്കെ ബട്ടൺ പ്രസ് ചെയ്താൽ ഇവിടെ ഇങ്ങനൊരു സ്ട്രോക്ക് വന്നിരിക്കുന്നതായി കാണാം. നമുക്ക് ഈ സ്ട്രോക്ക് ഡോട്ടഡ് സ്പേസ് പോലെ ആയി വരണമെന്നുണ്ടെങ്കിൽ ഞാനിത് അൺഡു ചെയ്യുന്നു. കൺട്രോൾ ആൾട്ട് സെറ്റ്. നമുക്ക് ബ്രഷിന്റെ ഓപ്ഷനിൽ ചെന്ന് വിൻഡോ ബ്രഷ് അല്ലെങ്കിൽ F5 പ്രസ് ചെയ്യുക. ബ്രഷ് ടിപ്പ് ഷേപ്പിൽ നമ്മൾ ഇതിന്റെ സ്പേസിംഗ് കൂട്ടി കൊടുക്കുക. ഇത് കോൺട്രാക്ട് ചെയ്യുക. ഇനി നമ്മൾ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് സ്ട്രോക്ക് പാത്ത് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, ഇങ്ങനെ സ്പേസിലായിരിക്കും ഇത് വരുന്നത്. കൺട്രോൾ മൈനസ്. ഇനി നമുക്ക് കൊടുത്തിരിക്കുന്ന പാത്ത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിത് അൺഡു ചെയ്യുന്നു. കൺട്രോൾ ആൾട്ട് സെറ്റ്. നമുക്ക് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്ത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇതിന്റെ ആങ്കർ പോയിന്റുകൾ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്.
ഈ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. നമുക്ക് കൺട്രോൾ എൻ്റർ കീബോർഡിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് വീണ്ടും സെലക്ഷനായി വരുന്നതാണ്. ഇതിനെ നമുക്ക് പുതിയൊരു ലെയറിലേക്ക് ഫില്ല് ചെയ്യാൻ സാധിക്കും. ഞാനൊരു പുതിയ ലെയർ ഉണ്ടാക്കുന്നു. ഇനി നമുക്ക് ആവശ്യമുള്ള കളർ ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. ആൾട്ട് ഡിലീറ്റ്, ഡീസെലക്ട്, കൺട്രോൾ ഡി. ടൈപ്പിൽ നിന്ന് നമുക്ക് ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് ടൈപ്പിനെ ഷേപ്പാക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. ഇവിടെ ടൈപ്പ് ലെയറിൽ നിൽക്കുക. അതിനുശേഷം ടൈപ്പ് എന്ന മെനുവിൽ ചെന്ന് കൺവെർട്ട് ടു ഷേപ്പ് എന്ന ഓപ്ഷൻ കൊടുത്താൽ ഇതൊരു ഷേപ്പായിട്ട് മാറുന്നതായി കാണാം. ഇനി നമുക്ക് ഇതിനെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. ടൈപ്പ് കൊടുത്ത് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇതിനെ നമുക്ക് കസ്റ്റം ഷേപ്പാക്കി സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായി നമുക്ക് എഡിറ്റ് എന്ന മെനുവിൽ ചെന്ന് ഡിഫൈൻ കസ്റ്റം ഷേപ്പ് എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഇതൊരു ഷേപ്പായിട്ട് മാറുന്നതായി കാണാം. ഓക്കെ. ഇനി നമുക്ക് ആവശ്യമുള്ള ലെയറുകളിൽ ചെന്ന് ഇത് വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായി കസ്റ്റം ഷേപ്പ് ടൂൾ എടുക്കുക. ഇവിടെ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയ ഷേപ്പ് ഇവിടെ കിടക്കുന്നുണ്ട്, ഇത് പിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ഷേപ്പ് ഇപ്പോൾ പ്രൊപ്പോർഷനാണ് വരുന്നത്. അതിൻ്റെ ഇവിടെ സെറ്റിംഗ്സിൽ ഡിഫൈൻഡ് പ്രൊപ്പോർഷൻസ് ആണ് കിടക്കുന്നത്. നമുക്ക് അൺകൺസ്ട്രെയിൻഡ് ആണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് ഇത് റീഷേപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് ഫോർഗ്രൗണ്ട് കളർ ഫില്ല് ചെയ്താണ് വരുന്നത്. നമുക്ക് ഇവിടെ ഫോർഗ്രൗണ്ട് കളർ മാറ്റാവുന്നതാണ്. ഇങ്ങനെ ഷേപ്പുകൾ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഞാനിത് അൺഡു ചെയ്യുകയാണ്. കൺട്രോൾ ആൾട്ട് സെറ്റ്. സാധാരണ രീതിയിൽ നമുക്ക് ടൈപ്പിംഗ് മാറ്ററിന് എല്ലാ ട്രാൻസ്ഫോർമേഷൻസും കൊടുക്കാൻ സാധിക്കുന്നതല്ല. ഇവിടെ എഡിറ്റ് എന്ന മെനുവിൽ ചെന്ന് ട്രാൻസ്ഫോം, സ്കെയിൽ, റൊട്ടേറ്റ്, സ്ക്യൂ, വാർപ്പ്, ഇവിടെ ഡിസ്റ്റോർട്ട്, പെർസ്പെക്റ്റീവ് എന്നീ ഓപ്ഷനുകൾ ആക്റ്റീവ് ആവുന്നതല്ല. ഇത് രണ്ടും ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഈ ടൈപ്പ് ലെയറിനെ റാസ്റ്ററൈസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. റാസ്റ്ററൈസ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു സാധാരണ ലെയറാക്കി മാറ്റുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. റാസ്റ്ററൈസ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ടൈപ്പിൽ ചെന്ന് റാസ്റ്ററൈസ് ടൈപ്പ് ലെയർ എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയോ അതല്ലെങ്കിൽ ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് റാസ്റ്ററൈസ് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്താൽ ഇത് ഒരു സാധാരണ ലെയറായിട്ട് മാറും. കൺട്രോൾ ആൾട്ട് സെറ്റ്. അതല്ലെങ്കിൽ ടൈപ്പ് ലെയർ ആകുമ്പോൾ ഇങ്ങനെ ഒരു ടീയുടെ ഒരു ലോഗോ ഇവിടെ വന്ന് നിൽക്കുന്നത് കാണാം. അത് ടൈപ്പിംഗ് ലെയർ ആണ്, നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പവുമാണ്. ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്നത് പോയിന്റിംഗ് ടെക്സ്റ്റ്, അതായത് ക്ലിക്ക് ചെയ്തിട്ടാണ് ഞാൻ ടൈപ്പ് ചെയ്തത്. നമുക്കിതിനെ പാരഗ്രാഫ് ടെക്സ്റ്റായി മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ടൈപ്പിൽ ചെന്ന് കൺവെർട്ട് ടു പാരഗ്രാഫ് ടെക്സ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ ലെറ്റർ ഒരു പാരഗ്രാഫ് സ്റ്റൈലായി മാറുന്നതാണ്. നമുക്ക് ടൈപ്പിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ആ ഒരു ബൗണ്ടിംഗ് ബോക്സ് വന്നിരിക്കുന്നതായി കാണാം. ഇതാണ് പാരഗ്രാഫ് ടെക്സ്റ്റ്. വീണ്ടും നമുക്കിതിനെ പോയിന്റ് ടെക്സ്റ്റ് ആയിട്ട് മാറ്റാൻ സാധിക്കുന്നതാണ്. അതിനായി നമ്മൾ ഈ ടൂളിൽ നിന്ന് പുറത്തു കിടക്കുക, ടൈപ്പിംഗ് മോഡിൽ നിന്ന് പുറത്തു കിടക്കുക. റൈറ്റ് സൈഡിലുള്ള എൻ്റർ കീ പ്രസ് ചെയ്തതിനു ശേഷം നമുക്ക് ടൈപ്പിൽ ചെന്ന് ഇതിനെ കൺവെർട്ട് ടു പോയിന്റ് ടെക്സ്റ്റ് ആക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. ഇനി ക്ലിക്ക് ചെയ്താൽ ആ ബൗണ്ടിംഗ് ബോക്സ് ഇതിന് ഉണ്ടാവുകയില്ല. ഈ ലെയർ ഞാൻ റിമൂവ് ചെയ്ത് കളയാണ്. മൂവ് ടൂൾ. ഇനി നമുക്ക് ഒരു ഷേപ്പ് ഉണ്ടാക്കി അതിനകത്തും ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്കൊരു എലിപ്സ് ടൂൾ എടുക്കാം. ഇവിടെ പിക്സൽസ് മാറ്റി പാത്ത് എടുക്കുകയാണ്. പാത്ത് വരച്ചിരിക്കുന്നു. നമുക്ക് ടി ടൂൾ എടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ എസ് പോലെ ഇങ്ങനെ വളഞ്ഞു ആണ് വരുന്നതെങ്കിൽ ഈ പാത്തിലൂടെയാണ് ടൈപ്പിംഗ് പോകുന്നത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഇതിന്റെ അകത്തേക്ക് വരുമ്പോൾ ആ ഐന്റെ കൂടെ ഡോട്ടഡ് രീതിയിൽ ഒരു എലിപ്സ് വരുന്നതായി കാണാം. ഇങ്ങനെ വന്നാൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ എൻ്റെ വലിപ്പം കുറയ്ക്കുന്നു, ഞാനത് അല്പം ഇറക്കി വയ്ക്കുകയാണ്. സൂം ചെയ്യുക. ഇത് ഇതിന്റെ ഈ പാത്തിന്റെ പുറത്തേക്ക് പോകുന്നതല്ല. ഞാനിത് കോപ്പി പേസ്റ്റ് ചെയ്യാണ്. കൺട്രോൾ എ, എഡിറ്റിൽ പോയി കോപ്പി, ഇവിടെ ക്ലിക്ക് ചെയ്ത് കൺട്രോൾ വി, വീണ്ടും പേസ്റ്റ് ചെയ്യാണ്. കൺട്രോൾ വി, കൺട്രോൾ വി. ഇങ്ങനെ പേസ്റ്റ് ചെയ്താൽ നമുക്ക് ആ ലെറ്റർ ആ റൗണ്ട് ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. കൺട്രോൾ എ കൊടുത്ത് നമുക്കിവിടെ ജസ്റ്റിഫൈ ചെയ്യാവുന്നതാണ്.
ഇതുപോലെ നമുക്ക് ഡിസൈൻഡ് ഫോമിലൊക്കെ ലെറ്റർ ചെയ്യാൻ സാധിക്കും. ഇത് സെലക്ട് ചെയ്ത് അല്പം വലുതാക്കുക. ഇതിൻ്റെ ലീഡിങ് ഇവിടെ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഫോണ്ട് ചേഞ്ച് വരുത്താം. അതുപോലെ നമ്മൾ ഇവിടെ ടൈപ്പിൽ കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഫോണ്ടിൻ്റെ പ്രിവ്യൂ ഇപ്പോൾ നമുക്ക് ലാർജ് ആണ് കിടക്കുന്നത്. ഇത് നമുക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതും നമ്മൾ ടൈപ്പ് ടൂളിൽ വന്ന് ഫോണ്ട് പ്രിവ്യൂ സൈസ് എന്ന ഓപ്ഷൻ കാണാം. ഇവിടെ നണ്ണാണ് കിടക്കുന്നതെങ്കിൽ ഇവിടെ ഫോണ്ട് എങ്ങനെയാണ് വരുന്നത് നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കുന്നതല്ല. വീണ്ടും ടൈപ്പിൽ ചെന്ന് ഫോണ്ട് പ്രിവ്യൂ സൈസ് സ്മോൾ ആണ് കൊടുക്കുന്നതെങ്കിൽ വീണ്ടും ഇവിടെ എടുക്കുമ്പോൾ ഇവനെ ചെറിയ വലിപ്പത്തിൽ ഇതിൻ്റെ പ്രിവ്യൂ ഏത് സ്റ്റൈലിലാണ് വരുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ അൺഡു ചെയ്യുകയാണ്. കൺട്രോൾ ആൾട്ട് സെറ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്രഷ് പുതിയതായി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചതാണ്. ഞാൻ ലെറ്റർ വെച്ച് ഒരു ബ്രഷ് ഉണ്ടാക്കുകയാണ്. ടൈപ്പ് ചെയ്യുക, വലിപ്പം കൂട്ടുക. നമുക്ക് ഏത് സ്റ്റൈലാണ് ബ്രഷ് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്ത് ഇവിടെ നിന്നും പിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഈ ബ്രഷസ് ഇത് മാത്രം മതിയെങ്കിൽ നമ്മളിത് സെലക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അതല്ലെങ്കിൽ മൊത്തം ഈ പേജ് മുഴുവനായി ബ്രഷായി മാറുന്നതാണ്. ഞാനിവിടെ റെക്ടാങ്കിൾ മാർക്ക് ടൂൾ കൊടുത്ത് സെലക്ട് ചെയ്യാം. എഡിറ്റിൽ പോയി ഡിഫൈൻ ബ്രഷ് പ്രീസെറ്റ് എന്ന ഈ ഓപ്ഷൻ ചൂസ് ചെയ്യുക. അതിന് പേര് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഞാനിത് ഡീസെലക്ട് ചെയ്യുന്നു. നമുക്ക് ബ്രഷ് ടൂൾ എടുത്ത് ബ്രഷിൻ്റെ ഇവിടെ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ബ്രഷാണ് ആക്റ്റീവായി കിടക്കുന്നത്. ഞാനൊരു പുതിയ ലെയർ ഉണ്ടാക്കുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ സെലക്ട് ചെയ്ത ബ്രഷ് അല്ലെങ്കിൽ നമ്മൾ പുതിയതായി ക്രിയേറ്റ് ചെയ്ത ബ്രഷ് ഇവിടെ വരുന്നതാണ്. ഇനി നമുക്ക് ബ്രഷിൻ്റെ ഓപ്ഷനിൽ ചെന്ന് ബ്രഷിന് പല എഫക്റ്റുകൾ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതിനായി വിൻഡോ എന്ന മെനുവിൽ ചെല്ലുക. ഇവിടെ ബ്രഷ് എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതിൻ്റെ പ്രോപ്പർട്ടി ഇവിടെ കിട്ടുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ സ്കാറ്ററിങ് അതുപോലെ കളർ ഡൈനാമിക് എല്ലാം കിടക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഇത് ഓഫ് ചെയ്യുകയും അതുപോലെ ആക്റ്റീവ് ആക്കുകയും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ഈ ഒരു ഓപ്ഷനിൽ നിന്നുകൊണ്ട് നമുക്ക് ഇത് ഞാൻ കോൺട്രാക്ട് ചെയ്യുന്നു. അതിനു മുമ്പായി ഞാനിവിടെ ഒരു ലെയർ ഉണ്ടാക്കുകയാണ്. ഒരു പുതിയ ലെയർ ഉണ്ടാക്കുക. ഇത് ഏറ്റവും താഴത്ത് കൊണ്ടിടുക. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വലിച്ച് ഇങ്ങനെ ഇടുകയോ അതല്ലെങ്കിൽ കീബോർഡിൽ ഷിഫ്റ്റ് കൺട്രോൾ ഇൻ സ്ക്വയർ ബ്രാക്കറ്റ് അടിച്ചാൽ ഏറ്റവും താഴത്തേക്ക് ആ ലെയർ പോകുന്നതാണ്. അതിനകത്തേക്ക് ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ ഫില്ല് ചെയ്യുകയാണ്. ഇത് ക്ലിക്ക് ചെയ്ത് ഞാൻ വൈറ്റ് കളർ ഫില്ല് ചെയ്യുന്നു. ഇനി നമുക്ക് മറ്റൊരു ലെയർ ഉണ്ടാക്കാം. ഇവിടെ ഈ കളർ ക്ലിക്ക് ചെയ്ത് ഞാൻ യെല്ലോ ടോണിലേക്ക് മാറ്റുകയാണ്. ബ്രഷിൻ്റെ വലിപ്പം അല്പം കൂട്ടുക. നമ്മൾ ക്ലിക്ക് ചെയ്ത് പയ്യെ ഒന്ന് വലിച്ചാൽ ബ്രഷ് സ്പ്രെഡ് ആവുന്നതാണ്. അതായത് ബാക്ക്ഗ്രൗണ്ടിൻ്റെയും ഫോർഗ്രൗണ്ട് കളറിൻ്റെയും മിക്സിലൂടെ ഒരു കളർ ഡൈനാമിക്സ് ഇവിടെ ഫോം ചെയ്യുന്നത് കാണാൻ സാധിക്കും. ബ്രഷിൻ്റെ ഒപ്പാസിറ്റി നമുക്കിവിടെ കുറയ്ക്കാൻ കഴിയുന്നതാണ്. ബ്രഷിൻ്റെ വലിപ്പം കൂട്ടുവാനും കുറയ്ക്കാനും സാധിക്കുന്നു. ഇങ്ങനെ മനോഹരമായ ബാക്ക്ഗ്രൗണ്ട്സ് എല്ലാം നമുക്ക് ടെക്സ്റ്റ് വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ പ്രൊജക്റ്റിൽ ടൈപ്പ് ടൂളിൻ്റെ എല്ലാവിധ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഭാവിയിൽ ഉപയോഗപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഇനി